വളരെ പ്രത്യേകതയുള്ള ഒരു വിഷയമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കൂണുകളുടെ മായിക ലോകം. നമുക്ക് കൂണുകളെക്കുറിച്ച് പഴയകാലത്ത് മഴയുടെ തുടക്കത്തിൽ ഇടിമിന്നലുണ്ടാകുമ്പോഴാണ് കൂണും മുളച്ചു പൊന്തുന്നത് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ വിവിധങ്ങളായ ഭക്ഷ്യയോഗ്യമായ കൂണുകളെ പറ്റി പൊതുവെ അറിയാം. പ്രത്യേകിച്ച് ആദിവാസി വിഭാഗങ്ങൾക്ക് 100ഓളം വിവിധ തരത്തിലുള്ള കൂണുകൾ ഭക്ഷ്യയോഗ്യമായതായി കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വിഷക്കൂണുകളെ കുറിച്ച് നമ്മൾ കുറച്ചൊക്കെ കേട്ടിരിക്കും. ഏതായാലും നമ്മുടെ ഈ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ സവിശേഷമായ ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ഈ രംഗത്ത് ഗവേഷണം നടത്തുകയും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സസ്യശാസ്ത്രജ്ഞയായ അല്ലെങ്കിൽ നമ്മുടെ കൂൺ വിദഗ്ധയായ മൈക്കോളജിസ്റ്റ് എന്ന് പറയും, മൈക്കോളജിസ്റ്റായ അഖില രാജ് ആണ്. അഖില രാജിനെ ഈ വിഷയം അവതരിപ്പിക്കാൻ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാവരെയും ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഖിലയെ ഔപചാരികമായി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ ഗ്രൂപ്പ് അംഗമായ ഗവേഷണ വിദ്യാർത്ഥി കൂടിയായ അരുൺ രാജിനെ ക്ഷണിക്കുകയാണ്. താങ്ക് യു വി സി. അപ്പോൾ ഇന്ന് നമ്മുടെ വർക്ക് വിത്ത് വി സി കമ്മ്യൂണിറ്റിയുടെ 30ാമത്തെ വെബിനാറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്കിന്ന് ക്ലാസ് എടുക്കാൻ എത്തിയിരിക്കുന്നത് അഖില രാജാണ്. വർക്ക് വിത്ത് വി സി കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾക്ക് അഖിലയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. വർക്ക് വിത്ത് വി സിയുടെ സ്വന്തം മഷ്റൂം ഗേളാണ്. കൂണോഗ്രാഫി എന്ന ഒരു ഡോക്യുമെൻറ്റേഷൻ പ്രോഗ്രാം നമ്മൾ ആസൂത്രണം ചെയ്യുമ്പോൾ അതൊരിക്കലും വലിയൊരു വിജയമാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചല്ല. ഇപ്പോൾ ഏകദേശം 40-45 ദിവസം പിന്നിടുന്ന ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ പരിപാടി ഇത്രത്തോളം വിജയമാവാൻ അതിൽ അഖിലയുടെ പങ്കാളിത്തം വിലമതിക്കാനാവാത്തതാണ്. ഇപ്പോൾ ഐനാച്ചുറൽസ് ഡാറ്റ പ്രകാരം 40-45 ദിവസം കൊണ്ട് ഏകദേശം 1500ഓളം ഒബ്സർവേഷൻസ് ഗ്രൂപ്പ് അംഗങ്ങളിൽ നിന്ന് നമുക്ക് അതിനകത്തിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ വലിയൊരു പങ്കും ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് അഖില തന്നെയാണ്. അപ്പം നമ്മൾ ഏകദേശം ഒരു 2 മാസത്തോളമായി 2 മാസത്തിൽ കൂടുതലായി ഒരു കൂണിൻ്റെ ഒരു ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഖിലയ്ക്ക് ഈ പല തിരക്കുകളായതുകൊണ്ടാണ് നമുക്കതിങ്ങനെ നീണ്ടുപോയത്. ഇപ്പം നമുക്കൊരു സാഹചര്യം ഒത്തു വന്നിരിക്കുകയാണ്. ഇനി അഖിലയെ പരിചയപ്പെടുത്തുമ്പോൾ കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജ് നിന്നും ഈ അടുത്ത് ബിരുദാനന്ദ ബിരുദം പൂർത്തിയാക്കിയ അഖില കൂണുകളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ അത്ര കണ്ട് താല്പര്യമുള്ള വ്യക്തിയാണ്. അഖിലയുടെ ബിരുദാനന്തര ബിരുദ ഗവേഷണങ്ങളെല്ലാം കൂണുകളുടെ വൈവിധ്യം, വർഗീകരണം എന്നിവയിലായിരുന്നു. കേരള ഗവൺമെൻറ്റിൻ്റെ ആസ്പെയർ ഫെലോഷിപ്പ് തൻ്റെ ഗവേഷണത്തിലായിട്ട് അഖിലയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ മഷ്റൂംസ് ഓഫ് ഇന്ത്യ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന അഖില വിവിധ സർവേകൾ നയിക്കുകയും കൂൺ വൈവിധ്യത്തെ രേഖപ്പെടുത്തുന്ന വിവിധ ശ്രമങ്ങളിലെ ഊർജ്ജസ്വലമായ സാന്നിധ്യവുമാണ്. കേരള വനം വകുപ്പിൻ്റെ ഉൾപ്പെടെ വിവിധ കൂൺ സർവേകളിൽ മുൻനിരയിൽ നിന്നിട്ടുള്ള അഖില കൂൺ ചിത്രങ്ങൾ പകർത്തുന്നതിലും തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. മഷ്റൂം ഫോട്ടോഗ്രാഫിയിൽ സ്റ്റേറ്റ്, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ തലങ്ങളിൽ അവാർഡുകൾ നേടിയിട്ടുണ്ട്. നല്ലൊരു ചിത്രകാരി കൂടിയായ അഖില കൂണുകൾ ഉൾപ്പെടെ ശാസ്ത്രീയമായി വരച്ചു രേഖപ്പെടുത്തുന്നതിൽ അതീവ തൽപരയാണ്. വളരെ ബുദ്ധിമുട്ടേറിയ ഫംഗൽ ടാക്സോണമിയിൽ തൻ്റേതായ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുത്ത അഖില ഈ പഠന മേഖലയിലേക്ക് കടന്നു വരുന്ന വരും തലമുറയ്ക്ക് ഒരു പ്രചോദനമാണ്. നമ്മുടെ ഗ്രൂപ്പിന്റെ പ്രിയപ്പെട്ട മഷ്റൂം ഗേളിനെ ക്ലാസ് എടുക്കുവാനായി ക്ഷണിക്കുകയാണ്. അഖില തുടങ്ങിക്കൊള്ളൂ. ഓക്കെ അല്ലേ? അഖില സ്റ്റാർട്ട് ചെയ്തോളൂ.
അഖില, ഹലോ, സംസാരിക്കുന്നുണ്ടോ? അഖില ഓഡിബിൾ അല്ല. ഓഡിബിൾ ആണോ? ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഫോണോഗ്രാഫി ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് പക്ഷെ അതിന് പ്രോപ്പറായിട്ട് ഒരു ക്ലാസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ ആദ്യം തന്നെ ഇത്രയും നമ്മൾ ലാഗായി പോയതിൽ വലിയൊരു സോറി. ചെയ്യാൻ പറ്റിയില്ല നമുക്ക്. അതുപോലെ തന്നെ ഈ ഒരു ഫോണോഗ്രാഫിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അവസരം തന്ന നമ്മുടെ വോക്കേഷ് ബി സി ഗ്രൂപ്പിനോടും അതുപോലെ തന്നെ ബി സി മാഷിനോടും അരുൺ രാജിനോടും അതുപോലെ രേഷ്മ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സ്നേഹ മിസ്, ബാക്കി എല്ലാവരോടും ഹൃദയം നിന്ന് നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂണുകളെ പറ്റിയാണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിലും കൂണുകൾ നമ്മൾ ആക്ച്വലി ഒരു സയന്റിഫിക് ടേമിലല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മാക്രോഫഞ്ച് എന്ന് പറയുന്ന ഒരു ടേമിൽ നമുക്കത് സ്റ്റിക്ക് ചെയ്ത് പോവാം. അപ്പം ദ ഫാസിനേറ്റിംഗ് വേൾഡ് ഓഫ് മാക്രോഫഞ്ച് എന്നുള്ളതാണ് ഞാൻ ഇതിൽ ടൈറ്റില് ചെയ്തിട്ടുള്ളത്. സോ ഫഞ്ചി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റഡീസിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ പറ്റി മുൻനിരയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതിൽ ഏറ്റവും പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് പോൾ സ്റ്റീമറ്റ് എന്ന് പറയുന്ന വളരെ അധികം സയന്റിസ്റ്റ് ആണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം അതിന്റെ ഫോട്ടോയോട് കൂടി നമുക്ക് തുടങ്ങാം. ഫഞ്ചി ആർ ദ ഗ്രാൻഡ് റീസൈക്ലേഴ്സ് ഓഫ് ദ പ്ലാനറ്റ് ആൻഡ് ദേ ആർ ദ വാൻഗോഡ് സ്പീഷീസ് ഇൻ ദ ഹാബിറ്റാറ്റ് റീസ്റ്റോറേഷൻ. താഴെ കൊടുത്തിരിക്കുന്നത് നമ്മൾ എപ്പോഴും ഭയങ്കര അതിശയത്തോടു കൂടി നോക്കി കാണുന്ന അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പടമാണ് ദ ബയോലൂമിനസൻസ് ഓഫ് ഫഞ്ചി കോൾഡ് ഫൈലോപൊളിറ്റ് സ്പീഷീസിന്റെ ഒരു ബയോലൂമിനസൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള അല്ല, വേറൊരിടത്തു നിന്നുള്ള പിക്ചറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. സോ നമ്മളിപ്പോ ഒരു മാക്രോ ഫഞ്ചയുടെ വേൾഡിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അറിയണം എന്താണ് ഒരു മാക്രോ ഫഞ്ചി എന്നുള്ളത്. നമുക്ക് അറിയാം എന്ന് പറഞ്ഞാൽ മാക്രോ ഫഞ്ചി എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ പറയുന്നത് ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഈ ഒരു ഫഞ്ചിയുടെ കിങ്ഡത്തിൽ ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഫോണോഗ്രഫിയുടെ ബേസിസിലാണെങ്കിൽ നമ്മൾ എടുക്കുന്നത് കൂടുതലും ബെസിഡിയോമൈക്കോട്ട അതുപോലെ തന്നെ അസ്കോമൈക്കോട്ട വിഭാഗത്തിൽ പെടുന്ന കൂണുകളെയാണ്. അതായത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന തരത്തിൽ ഫ്രൂട്ടിംഗ് ബോഡീസ് ഉണ്ടാക്കുന്ന, നമ്മൾ പലയിടത്തും ഞാൻ ലിറ്ററേച്ചേഴ്സിലൊക്കെ അല്ലെങ്കിൽ ആൾക്കാർ എഴുതുന്നതിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഫ്ലവറിങ് എന്നുള്ളത്. നമ്മൾ ആക്ച്വലി പ്ലാന്റിന്റെ ബേസിസ് മാത്രമാണ് ഫ്ലവറിംഗ് എന്നുള്ളത് നമ്മൾ പറയുന്നത്. ഇതിൽ നമ്മൾ പറയുമ്പോൾ ഫ്രൂട്ടിംഗ് ബോഡീസ് എന്നുള്ളതാണ് നമ്മൾ പറയാറ്. അപ്പോൾ മാക്രോഫഞ്ചി എന്ന് പറയുന്നത് നമ്മൾ കണ്ണുകൊണ്ട് നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന തരത്തിലുള്ള മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിലുള്ള കൂൺ വർഗ്ഗങ്ങളെയാണ് നമ്മൾ ഈ പറയുന്ന മാക്രോഫഞ്ചി എന്ന് പറയുന്നത്. അത് ഈ ബെസിഡിയോമൈക്കോട്ട അസ്കോമൈക്കോട്ട വിഭാഗത്തിൽ പെടുന്നവയാണ്. അപ്പൊ നമ്മൾ നോക്കുന്ന ഇപ്പൊ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഒരു പിക്ചറിൽ നമ്മൾ കാണുന്നത് എന്താണോ അതാണ് നമ്മളൊരു കൂൺ എന്ന് നമ്മൾ ആക്ച്വലി പറയുന്നത്. കൂണുകൾ എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ ശരിക്കും ബെസിഡിയോമൈക്കോട്ട വിഭാഗത്തിലുള്ള ഉൾപ്പെടുന്ന ഫഞ്ചൈക്കാണ് നമ്മൾ ആക്ച്വലി പറയുന്നത്. ഈ ഒരു രീതിയിൽ ഗിൽസ് ഒക്കെ കൂടി ഉള്ള രീതിയിൽ കാണുന്നതിന്. അപ്പൊ ഇത്തരത്തിലുള്ള നമ്മൾ കാണുന്ന ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിന്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ്. ഒരു ഫംഗസ് നമ്മൾക്കിപ്പം മണ്ണിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തടിയിലൂടെയോ ഒക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അത് അവിടെ ഉണ്ട് എന്ന് അറിയുന്നത് എപ്പോഴാ? ഇതുപോലെയുള്ള കൂണുകളോ അല്ലെങ്കിൽ വിസിബിൾ ആയിട്ട് നമുക്ക് കാണുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സ്ട്രക്ചർ അവിടെ പൊങ്ങി വരുന്ന സമയത്താണ് നമ്മൾ കാണുന്നത്. അപ്പം ഇത് ബേസിക്കലി ചില സമയങ്ങളിൽ മാത്രമാണ്
ഈ മുകളിലേക്ക് ഇങ്ങനെ ഒരു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ട് വരുന്നത്. അല്ലാത്ത സമയത്തെല്ലാം അതിന്റെ ഒരു വെജിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ബോഡി ഇതിനകത്തുകൂടി, നമ്മൾ മൈസീലിയം എന്നാണ് അതിനെ പറയുന്നത്, ഒരു വെളുത്ത ത്രെഡ് പോലെയുള്ള അല്ലെങ്കിൽ ചെറിയ നൂലുകൾ പോലെ നമ്മൾ ഈ മണ്ണൊക്കെ കിളയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ മരത്തടികളൊക്കെ കുറെ നാൾ കിടന്ന ഇടങ്ങളിൽ മാറ്റിയിടുന്ന സമയത്തൊക്കെ അതിലിങ്ങനെ പറ്റി ഇങ്ങനെ വല വിരിച്ച പോലെ പോയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ പറയുന്ന മൈസീലിയം. അത് സാധാരണ ഇങ്ങനെ ഹിഡനായിട്ടാണ് കാണുന്നത്. സോയിലും വുഡിലും അതുപോലെ ഇലകളിലും ഒക്കെ നനവൊക്കെ എവിടെയുണ്ടോ അവിടെ എല്ലാം ഇങ്ങനെ പടർന്നു പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം. സോ അതിൽ നിന്ന് റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ് ഈ പറയുന്ന മാക്രോ ഫഞ്ചൈ എന്ന് പറയുന്ന ഈ തരത്തിൽ കാണുന്ന ഫ്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ ഒരു ബേസിക് ക്ലാസിഫിക്കേഷൻ നമുക്ക് ഇവിടെ ആവശ്യമില്ല. നമ്മൾ ടാക്സോണമിയിലേക്ക് പോവുകയൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു ബേസിക് ലൈൻ മാത്രം കൊടുത്തിരിക്കുന്നത്. നമ്മൾ ക്ലാസിഫിക്കേഷൻ പറയുന്ന സമയത്ത് ഇവിടെ നമ്മൾ അസ്കോമൈക്കോട്ടയും ബെസിഡിയോമൈക്കോട്ടയുടെയും കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ അതിൽ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രം, നോർമലി ഫഞ്ചൈക്കകത്ത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് അതിൽ പ്രസന്റ് ആവുന്ന സമയത്ത് ആണ് ഈ പറയുന്ന ഫ്രൂട്ടിംഗ് ബോഡീസ് അല്ലെങ്കിൽ ഈ കൂണുകൾ എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം നമ്മളുടെ കണ്ണിൽ കാണത്തക്ക രീതിയിലൊക്കെ എവിടെയെങ്കിലും ഫ്രൂട്ട് ചെയ്തിട്ട് നിൽക്കുന്നത്. അതിനെ ഈ ക്ലൈമറ്റില് നമ്മൾ ഈ പറയുന്ന മഴയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ട്രിഗർ ചെയ്യുന്ന സമയത്താണ് ഈ പറയുന്ന ഫ്രൂട്ടിംഗ് ബോഡീസ് ഉണ്ടായിട്ട് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ബേസിക് ക്ലാസിഫിക്കേഷൻ ആണ് ഈ കാണുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഈ മുകളിൽ കാണുന്ന പിക്ചേഴ്സിൽ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. റൈസോപ്പസ്, നമ്മൾ ഈ പറയുന്ന ബ്രെഡ് മോൾഡ് എന്ന് പറയാം. നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മൾ അയ്യോ പൂപ്പൽ പിടിച്ചു എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഈ പൂപ്പലും എല്ലാം ഈ പറയുന്നത് ഫംഗസുകളാണ്. പക്ഷെ അതൊക്കെ നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് കാണത്തുള്ളൂ, അല്ലെ? നമുക്ക് അതിന്റെ ബേസിക് സ്ട്രക്ചർ ഒന്നും കാണാൻ പറ്റില്ല. ഈ കൊടുത്തിരിക്കുന്ന പടം എന്നൊക്കെ പറയുന്നത് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ മാത്രം കാണാവുന്ന സ്ട്രക്ചേഴ്സ് ആണ്. റൈസോപ്പസ്, ന്യൂറോസ്പോറ, അതുപോലെ അഗാരിക്കസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ണുകൊണ്ട് നമുക്ക് നോക്കിയാൽ എവിടെയെങ്കിലും നിന്നത് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഫംഗസ് ആണ്. അതുപോലെ ഫ്യൂസേറിയ, നമ്മളുടെ പഴമൊക്കെ ഉണ്ടല്ലോ, പഴമൊക്കെ ചീത്തയാവുന്ന സമയത്ത്, കേടാവുന്ന സമയത്ത് അതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഫംഗയാണ് ഫ്യൂസേറിയം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ പല രീതിയിലുള്ള ഫംഗസുകൾ ഉണ്ട്. പക്ഷെ നമ്മൾ ഇതിനകത്തൂടെ പോകുന്ന ഈ മൈസീലിയത്തിന് ബേസിക് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഹൈഫേ എന്ന് പറയുന്നത്. ആ ഹൈഫേ അല്ലെങ്കിൽ മൈസീലിയം സെപ്റ്റേറ്റ് ആണ് എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ അസ്കോമൈസെറ്റിസും ബെസിഡിയോമൈസെറ്റിസ് ഗ്രൂപ്പിലേക്ക് നമ്മൾ ക്ലാസിഫിക്കേഷൻ കൊണ്ടുപോകുന്നത്. പിന്നെയാണ് നമ്മൾ ഈ ഫ്രൂട്ടിംഗ് ബോഡി നമ്മൾ കാണുകയും ഐഡന്റിഫൈയും ഒക്കെ ചെയ്യുന്നത്. അത് ബേസിക്കലി ഇതിന്റെ അടിയിൽ നടക്കുന്ന ഫംഗ്ഷൻ ആണ്. നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഈ ഒരു ഫ്രൂട്ടിംഗ് ബോഡി വരുമ്പോൾ മാത്രമേ ഐഡന്റിഫിക്കേഷൻ ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ ഈ ഒരു മഷ്റൂമിന്റെ പാർട്സ് ബേസിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ നോർമലി കാണുന്ന ഒരു കൂൺ. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൊട വിരിഞ്ഞ് നിൽക്കുന്ന പോലെയാണ് മിക്ക കൂണുകളും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇത് എല്ലാ കൂൺ വർഗ്ഗങ്ങളുടെയും ഇതല്ല. നമ്മൾ സാധാരണ കുമിള് കൂണ് എന്ന് പറയുന്ന ഗിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അടിയിൽ ആ നൂല് പോലെ കാണപ്പെടുന്ന ഭാഗങ്ങൾ ഉള്ള രീതിയിലുള്ള കൂണുകൾക്കാണ് ഈ പറയുന്ന രീതിയിലുള്ള പാർട്സ് കാണുന്നത്. ഇങ്ങനെ പാർട്ടുകൾ ഇല്ലാത്ത കൂണുകളും ഉണ്ട്. അത് അസ്കോമൈസെറ്റിസ് വിഭാഗത്തിൽ പെടുന്നതാണ്. ഇത് ബെസിഡിയോമൈസെറ്റിസ് വിഭാഗത്തിൽ പെടുന്നതാണ്. അതായത് ഗിൽഡ് ഉള്ള അല്ലെങ്കിൽ ഗിൽഡ് ആയിട്ടുള്ള മഷ്റൂമുകളുടെ പാർട്ടാണ് ഈ പറയുന്നത്. അപ്പൊ ഇവിടെ കുട പോലെ വിരിഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിനെയാണ് നമ്മൾ ക്യാപ് അല്ലെങ്കിൽ പൈലിയസ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ചില സമയത്ത് ഇതിലൊക്കെ ആണെങ്കിൽ പറ്റി പിടിച്ചിട്ട് ചില സാധനങ്ങൾ, ചില പാച്ചസ് പോലെയോ ഒക്കെ നമുക്ക് കാണും. അതിനെ നമ്മൾ സ്കെയിൽസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ഒരു ക്യാപ്പിന്റെ ചുറ്റുവട്ടം ഉണ്ടല്ലോ, ആ ഭാഗത്തെ നമ്മൾ അതിന്റെ മാർജിൻ അല്ലെങ്കിൽ അതിന്റെ ആ എൻഡ് ഭാഗം അല്ലെങ്കിൽ എഡ്ജ് ഭാഗം എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിനെ നമ്മൾ പറയുന്നത്. അതുപോലെ ഈ കാണുന്ന ഓരോ വരിയായിട്ട് വരുന്നത് നമ്മൾ പിക്ചേഴ്സ് കാണുന്ന സമയത്ത് നമ്മൾ പറയാം. അതിനെയാണ് നമ്മൾ ഗിൽസ് എന്ന് പറയുന്നത്. ഈ ഗിൽസ് അല്ലാതെ ഇതിനകത്ത് പോറുകളോ അല്ലെങ്കിൽ ചിലപ്പം ചെറിയ സ്പൈൻസ് പോലെയോ ചെറിയ മുള്ളുകൾ പോലെയോ ഒക്കെ പല രീതികളിൽ കാണപ്പെടാറുണ്ട്. പിന്നെ ഈ കാണുന്ന തണ്ട് പോലെയുള്ള ഈ ഭാഗത്തെയാണ് നമ്മൾ പറയുന്നത് ഇതിന്റെ സ്റ്റെം അല്ലെങ്കിൽ സ്റ്റൈപ്പ് എന്നാണ് നമ്മൾ നോർമലി പറയുന്നത്. അതുപോലെ തന്നെ ചില സമയത്ത് ചില മഷ്റൂംസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇങ്ങനെ ഒരു വളയം പോലെ അല്ലെങ്കിൽ ഒരു റിങ് പോലെ നമുക്ക് കാണപ്പെടും. അതിനെ നമ്മൾ ആനുലസ് അല്ലെങ്കിൽ റിങ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്.
പിന്നെ ചിലതിനകത്ത് ഇങ്ങനെ ബേസിലേക്ക് വരുമ്പം ഈ ബേസ് സ്വോളൻ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ബൾജിങ് ആയിട്ടൊക്കെ ഇരിക്കുന്ന കാണും. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ നമ്മൾ മുട്ടയൊക്കെ പൊട്ടി വരുന്നത് പോലെയുള്ള ഒരു വോൾവ ഇവിടെ കാണാനായിട്ട് നമുക്ക് പറ്റും. അപ്പം ബേസിക്കലി ഈ ഒരു രീതിയിലാണ് നമ്മളുടെ ഒരു മഷ്റൂമിന് നമ്മൾ കാണപ്പെടുന്നത്. പക്ഷെ എല്ലാ പാർട്ടും എല്ലാ മഷ്റൂമിനും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഈ ക്യാപ്പ് ഉണ്ട്, ഈ ഗില്ല് അതിന്റെ ബേസിക് പാർട്ടാണ്, ക്യാപ്പ് ബേസിക് പാർട്ടാണ്, ഈ ഒരു സ്റ്റൈപ്പ് ഇതിന്റെ ബേസിക് പാർട്ടാണ്. ഈ ആനുലസ് കാണണമെന്ന് നിർബന്ധം ഒന്നുമില്ല. ചിലതിലുണ്ട്, ചിലതിലില്ല. അതുപോലെ ഈ വോൾവയും കാണണമെന്ന് ഒരു നിർബന്ധമില്ല. ചിലതിലുണ്ട്, മിക്കതിലും കാണണമെന്നില്ല. അപ്പൊ അതൊക്കെ ചില ജീനസിൽ അല്ലെങ്കിൽ ചില സ്പീഷീസിന് മാത്രമുള്ള പ്രത്യേകതയാണ്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് പറയുമ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഇതിൽ കാണപ്പെടും എന്ന് നമ്മൾ പറയുന്നതാണ്. അതുപോലെ ഈ ഗില്ലിനകത്തു നിന്നാണ് ഈ പറയുന്ന സ്പോർസ്, നമ്മൾ ഈ പറയുന്ന ഇതിന്റെ വിത്തുകൾ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. പിന്നെ ഈ പറയുന്ന ഒരു മഷ്റൂമിനെ നമ്മൾ നടുക്കൂടെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനടി നമ്മൾ ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും കാണപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഒരു പാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് അതിന്റെ ഗിൽസ് എന്ന് പറയുന്ന പാർട്ട്, ഈ രണ്ട് സൈഡിലും. അപ്പൊ ഇതിനെ രണ്ടായിട്ട് മുറിച്ചു വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പം നമ്മൾ ആ ഭാഗത്ത് ഈ പലപ്പോഴും ഐഡന്റിഫിക്കേഷൻ വരുന്ന സമയത്ത് പറയാറുണ്ട്, ഇത് പകുതിക്കൊന്ന് മുറിച്ച് കാണിക്കാവോ, അല്ലെങ്കിൽ ഹാഫ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കാണിക്കാവോ. ഈ സ്റ്റൈപ്പും അതുപോലെ ഈ ഗില്ലും വരുന്ന ഭാഗത്തെ ഈ ഒരു അറ്റാച്ച്മെന്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് മിക്കപ്പോഴും നമ്മൾ അത് പറയാറ്. അപ്പൊ ഇതാണ് ഗില്ലിന്റെ എഡ്ജ് ഭാഗം വരുന്നത്. അതുപോലെ ഇതാണ് വെയിൽ റെമനൻസ് ഇവിടെ ഈ ഭാഗത്ത് കാണപ്പെടും. അതുപോലെ അകത്തൂടെ ഇങ്ങനെ ഹൈഫേ പോകുന്നുണ്ട്, ഇങ്ങനെ ഹൈഫേ റൺ ചെയ്യുന്നുണ്ട്. അതാണ് ഈ ക്യാപ്പിന്റെ ട്രാമ. ഇത് സ്റ്റൈപ്പിന്റെ അകത്തൂടെ ഉള്ള ഹൈഫേ ആണ് സ്റ്റൈപ്പിന്റെ ട്രാമ വരുന്നത്. ദെൻ ഇത് സ്റ്റൈപ്പിന്റെ അറ്റം സൈഡ് ഭാഗമാണ് വരുന്നത്. സ്റ്റിബിറ്റി പെല്ലിസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് ഗില്ലിന്റെ ഫേസ്. ഇത്രയാണ് ഒരു മഷ്റൂമിന്റെ ബേസിക് ഒരു സ്ട്രക്ചർ നമുക്ക് വരുന്നത്. ദെൻ നമ്മൾ ഇപ്പൊ ഈ ഒരു മാസമായിട്ട് ഫോണോഗ്രഫി തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒബ്സർവ് ചെയ്തവർക്കറിയാം, ഓരോന്നും ഓരോ ഷേപ്പിലായിരിക്കുന്നത് അല്ലെ, എല്ലാം ഒരേ രീതിയിലല്ല ഇരിക്കുന്നത്, പല രീതികളിലാണ് കാണപ്പെടുന്നത്. അപ്പൊ അതിന് നമ്മൾ പല രീതികളിൽ കാണപ്പെടുന്നതിന് നമ്മൾ പല ഷേപ്പുകളാണ് പറയുന്നത്. നമ്മൾ ചില സമയത്ത് നോക്കുമ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്നതാണ്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മേലേന്നും താഴേന്നും ഇങ്ങനെ കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോൺവെക്സ് ആയിട്ടുള്ള രീതിയിലിരിക്കും. ചിലത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പാരാബോളിക് ആയിട്ടിരിക്കും, ചിലതാണെങ്കിൽ ഇങ്ങനെ കോണിക്കൽ ആയിട്ടിരിക്കും. അതുപോലെ ചിലത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിലിണ്ടറിക്കൽ ആയിട്ടിരിക്കും. അതുപോലെ നമ്മൾ ചില സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ബെല്ലിന്റെ ഷേപ്പ് പോലെയൊക്കെ ഇരിക്കും. അപ്പൊ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാത്തിടത്തോളം ഒരു മഷ്റൂം എങ്ങനെയാണോ നിൽക്കുന്നത് അത് അതിൻ്റെതായ സ്ട്രക്ചറിലായിരിക്കും ഇരിക്കുന്നത്. അതുപോലെ ചിലത് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫണ്ടിബിലി ഫോമിലിരിക്കും, ചിലത് ലാക്ടേരിയസ് അതുപോലെയുള്ളതൊക്കെ ഇവരൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. ചിലതിന്റെ ഭാഗത്ത് സെൻട്രൽ ഭാഗത്തൊരു കുഴി പോലെ ഉണ്ടായിരിക്കും, ചിലതിന്റെ ഭാഗത്താണെങ്കിൽ നടുക്കൂന്ന് ഇങ്ങനെ പൊങ്ങിയിരിക്കും. അതിനെ നമ്മൾ അംബോണേറ്റ് എന്ന് പറയാം. അപ്പൊ ഇത് ഇങ്ങനെ കുറെ അധികം ഷേപ്പുകളുണ്ട്. ഇത് ബേസിക് ആയിട്ടുള്ള അതിന്റെ ഒരു സ്ട്രക്ചർ മാത്രം, ഇത്രമാത്രം ഡൈവേഴ്സിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഇതിന് ഇത്രമാത്രം ഒരു കോംപ്ലക്സിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ ഒരു ടൈപ്പിഫിക്കേഷൻ, ഇതിന്റെ ഒരു ടൈപ്പ് കൊടുക്കുന്നത്. അതുപോലെ മഷ്റൂമിന്റെ ക്യാപ്പ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് ഫ്ലാറ്റ് ആണോ അല്ലെങ്കിൽ ഇത് കോൺവെക്സ് ആയിട്ടാണോ ഇരിക്കുന്നത്, സിലിണ്ടറിക്കൽ ആയിട്ടാണോ ഇരിക്കുന്നത് എന്ന് നോക്കുന്നത് പോലെ തന്നെ ഇതിന്റെ ഈ ഒരു സർഫസ് നമ്മൾ നോക്കും. അതുപോലെ തന്നെ ഈ ക്യാപ്പിന്റെ മാർജിൻസ് നമ്മൾ നോക്കും. ഇതിന്റെ സർഫസ് നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ ഇത് സ്മൂത്ത് ആണോ അതോ ഇതിനകത്ത് എന്തെങ്കിലും സ്കെയിൽസ് പോലെ ഉണ്ടോ, ഫ്ലോക്കുലേഷൻ ഉണ്ടോ, സ്ലൈമി ആയിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കും. അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു മാർജിൻ വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ക്യാപ്പിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ, മാർജിൻ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പൊ ഈ മാർജിൻ ഇങ്ങനെ വേവി, ഇങ്ങനെ തിരമാലയൊക്കെ വരത്തില്ല, അങ്ങനെ വേവി ആയിട്ടാണോ, ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ ഇരിക്കുന്നത്, കൊടയുടെയൊക്കെ മാതിരി ഇങ്ങനെ ക്രിനേറ്റ് ആയിട്ടാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ചിലതിങ്ങനെ സ്പ്ലിറ്റ് ആവും. നമ്മളുടെ ഈ ടെർമിറ്റോമൈസിസ് ഒക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ അത് എപ്പോൾ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫീൽഡിലാണെങ്കിലും നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ ചെയ്യുന്ന സമയത്താണെങ്കിലും നോക്കിയാൽ മതി. ഇങ്ങനെ ഒരു സ്പ്ലിറ്റിംഗ് ഉണ്ടാവും അതിന്. അപ്പൊ അങ്ങനെ ചിലതിന് സ്പ്ലിറ്റിംഗ് ഉണ്ടാവും. ചില സമയത്ത് ചിലതിന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇറോഡഡ് ആയിട്ടിരിക്കും, അതിങ്ങനെ കട്ടായി എന്തോ തിന്നു പോയതുപോലെ ഇരിക്കും. ചിലതിങ്ങനെ അപ്പൻഡിക്കുലേറ്റ് ആയിട്ടിരിക്കും, ചിലതിനിങ്ങനെ സ്ട്രയേഷൻ ഉണ്ട്. അതാണ് ഈ കൂടുതലും നമ്മൾ
വൈറ്റ് കളർ മഷ്റൂംസ് ഒക്കെ എടുക്കുന്ന സമയത്ത് എപ്പോഴും പറയുന്നത് ലൈറ്റ് കുറച്ചിട്ട് എടുക്കണം. കാരണം ഇങ്ങനെ ഈ ഒരു രീതിയിൽ അകത്തേക്ക് ഇങ്ങനെ ലൈൻസ് ഇങ്ങനെ ഉള്ളതുപോലെ ഉണ്ടാവും. അതിനെ നമ്മൾ സ്ട്രയേഷൻസ് എന്നാണ് പറയുന്നത്. അത് നമ്മൾ ഈ ഭയങ്കര വെട്ടത്തിൽ എടുക്കുന്ന സമയത്ത് ഓൾറെഡി നമുക്ക് ഈ മഷ്റൂമിലേക്ക് നമ്മൾ ക്യാമറ വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് അതിന് ഓൾറെഡി ഭയങ്കര റിഫ്ലക്ഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പം ഇതും കൂടി വെച്ചിട്ട് എടുത്തു കഴിയുന്ന സമയത്ത് ഈ സ്ട്രയേഷൻ ഉള്ളത് ചില സമയങ്ങളിൽ കാണണമെന്നില്ല. അപ്പം നമുക്ക് ഐഡന്റിഫിക്കേഷനിൽ അതൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് എപ്പോഴും ലൈറ്റ് കുറച്ചിട്ട് വേണം എടുക്കാനെന്ന് പറയാം. പിന്നെ ചില സമയത്ത് ഇങ്ങനെ പ്ലിക്കേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫോൾഡഡ് ആയിട്ട് മരാസ്മീസിന്റെ ഒക്കെ പോലെ ഇങ്ങനെ ഫോൾഡഡ് ആയിട്ട് ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ കുഴിഞ്ഞിട്ട് വരും. ചിലതിനകത്ത് ഇങ്ങനെ സോൺഡ് ആയിട്ടിരിക്കും. അതിന് അകത്തേക്ക് നമ്മൾ പോകുമ്പോൾ ചില പിക്ചേഴ്സ് നോക്കുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ മഷ്റൂമിനെ നമ്മൾ എടുത്തിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞല്ലോ, ലോഞ്ചിറ്റ്യൂഡിനലി നേരെ വെച്ചിട്ട് എങ്ങനെയാണ് മഷ്റൂം നിൽക്കുന്നത് അതിനെ ക്രോസ് ആയിട്ട് നേരെ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് കാണാനായിട്ട് വരും. ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ചിലപ്പോൾ കാണും, ചിലപ്പോൾ അതിന് രണ്ട് മാർജിനും അകത്തേക്ക് ഇങ്ങനെ കർവ് ചെയ്തിട്ടിരിക്കുന്ന രീതിയിൽ കാണും. ചില സമയത്ത് ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ ചുരുങ്ങി ഇരിക്കുന്നതായിട്ട് കാണും. അതിനെ നമ്മൾ ഇൻറോൾഡ് എന്നാണ് പറയുന്നത്. ചില സമയത്ത് രണ്ട് സൈഡിൽ ഇങ്ങനെ പൊങ്ങി വെളിയിലേക്ക് നിൽക്കുന്നത് കാണും. അതിനെ അപ്ടേൺഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ ഒരു മഷ്റൂം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തുമാത്രം ഫീച്ചേഴ്സ് അതിൽ നിന്ന് നമ്മൾ എടുക്കുന്നുണ്ടെന്ന് അറിയാനാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പം കൂണോഗ്രാഫിയിൽ പങ്കെടുക്കുന്നവർക്ക് ഇത് ഭയങ്കര അത്രയും ശ്രദ്ധിക്കണം. അതിനുവേണ്ടിയാണ് ഇത് പറയുന്നത്. അതുപോലെയാണ് ടൈപ്പ്. അപ്പം നമ്മൾ ഈ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, ഇതിന്റെ സൈഡ് വ്യൂ തരാവോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷേപ്പ് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇത് മേലിൽ നിന്ന് ഈ ഒരു ഗില്ലുമായിട്ട് അല്ലെങ്കിൽ ഈ ക്യാപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നിടത്തുനിന്ന് താഴെ വരെ ഒരേ ലെങ്തിലാണോ അല്ലെങ്കിൽ ഒരേ ബ്രെഡിലാണോ ഇത് പോകുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ മേളിൽ ഭയങ്കര ബ്രെഡ് കൂടുതലും താഴേക്ക് വരുമ്പോൾ ടേപ്പേർഡ് ആയിട്ടും വരും. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇതിന് ഷേപ്പുകളിൽ വ്യത്യാസമുണ്ട്. ചിലത് മേളിൽ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ വന്നിട്ട് താഴെ വരുമ്പോൾ കുറച്ചിങ്ങനെ ബൾജിങ് ആയിട്ട് വരാറുണ്ട്. അതിനെ നമ്മൾ ക്ലാവേറ്റ് എന്നാണ് പറയുന്നത്. അതുപോലെ ചിലത് ഈ ഒരു ഷേപ്പ് ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന പോലെയുള്ള ഷേപ്പിൽ ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ വരാറുണ്ട്. അതിനെ വെൻട്രിക്കോസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ ഷേപ്പിനും ഓരോ വ്യത്യാസമുണ്ട്. അപ്പൊ അത് ഓരോ ജീനസിലും സ്പീഷീസ് ലെവലിലും ഒക്കെ അതിന് ഓരോ ഡിഫറൻസസ് വരാറുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ചിലതിന്റെയൊക്കെ ഇവിടെ ഈ ഒരു ഭാഗമൊക്കെ വരെ ആയിരിക്കും ചിലപ്പം മണ്ണിന് മുകളിൽ കാണുന്നത്. ഈ ഒരു ഭാഗത്തിന് താഴെയൊക്കെ മണ്ണിന് അടിയിലോട്ടൊക്കെ ആയിരിക്കും കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എടുക്കുന്ന സമയത്ത് സൂക്ഷിച്ചെടുക്കണം, മണ്ണ് പൊട്ടിച്ചെടുക്കരുത്, അടിയിലോട്ട് ഇങ്ങനെ കുഴിച്ചിട്ട് നോക്കണം. അപ്പൊ അതിന്റെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബേസസ് കണ്ടില്ലേ, ഇവിടെ നോക്കുമ്പോൾ ഇവിടെ വരെയാണ് മണ്ണിന്റെ ഭാഗം ഉള്ളത്. അപ്പൊ ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഷവലോ അതുപോലെ എന്തെങ്കിലും ഒരു കൂർത്ത സാധനം വല്ലതും വെച്ചിട്ട് ഇങ്ങനെ ഈ മണ്ണ് പൊക്കി നോക്കുന്ന സമയത്ത് ഈ മഷ്റൂമിന്റെ എൻറ്റയർ ബേസ് നമുക്ക് കിട്ടുമ്പോൾ ചില സമയത്ത് ഇവിടെ അതിന്റെ മൈസീലിയം ഇങ്ങനെ ചുറ്റും ചിലപ്പം അറ്റാച്ച് ചെയ്ത് കാണാം. അപ്പൊ അത് ചില സമയത്ത് ക്യാരക്ടറാണ് അതിന്റെ. അപ്പം ഇത് നമ്മൾ നോക്കുമ്പം കണ്ടില്ലേ, ഇവിടെ അങ്ങനെ ഒരു സോളനായിട്ട് ഇരിക്കുന്നില്ല അല്ലെങ്കിൽ വീർത്തിരിക്കുന്നില്ല. പക്ഷെ ഇത് നോക്കിക്കേ, അതിനൊരു ബൾബസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ചിലതിന്റെ ഭാഗത്ത് ഇങ്ങനെ ആംഗിൾഡ് ആയിട്ട് ഇരിക്കും, ഒപ്പം തന്നെ അത് ബൾബസ് ആയിട്ടിരിക്കും. ചിലത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോ ഇങ്ങനെ ടാപ്പറിങ് ആയിട്ടിരിക്കും. ചിലതിന്റെ ഇങ്ങനെ ഒരു റൂട്ട് മാതിരി ഉണ്ടാവും. അതിനെയാണ് നമ്മൾ റേഡിക്കേറ്റിംഗ് അല്ലെങ്കിൽ ഒരു റൂട്ട് ലൈറ്റ് സ്ട്രക്ചർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ സോയിലൊക്കെ നിൽക്കുവാണ് എന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഇത് സോയിലാണ് കൂടുതലായിട്ട് വരുന്നത്, നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ പൊട്ടിച്ചെടുക്കാതെ കുറച്ചുകൂടെ അതിന്റെ ചുറ്റുപാടും ഒന്ന് പതുക്കെ ഇളക്കിയിട്ട് അതിനടിയിലേക്ക് ഇതേപോലെ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടോ എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പലപ്പോഴും ആ ഒരു രീതിയിൽ ഐഡന്റിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ഐഡന്റിഫിക്കേഷൻ തെറ്റിപ്പോകാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അതുപോലെ വരുന്ന അടുത്ത ഫീച്ചേഴ്സ് ആണ് മഷ്റൂമിന്റെ ഗില്ല്. ഈ ഗില്ലിന്റെ അറ്റാച്ച്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ കട്ട് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ഇപ്പം റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് നോക്കി, ഫ്രീ ആയിട്ട്, അതായത് ആ മഷ്റൂമിന്റെ ടൈപ്പിലേക്ക് ഈ ഗില്ല് വന്ന് അറ്റാച്ച് ചെയ്യാത്തൊരവസ്ഥ വരും. അതിനെയാണ് നമ്മൾ ഫ്രീ ഗിൽസ് എന്ന് പറയുന്നത്. അതുപോലെ അഡ്നെക്സ്ഡ് ആയിട്ട്, അഡ്നേറ്റ് ആയിട്ട്, സൈനുവേറ്റ് ആയിട്ട്, ഡിക്കറന്റ് ആയിട്ട്, ഈ ഇങ്ങനെയുള്ള സയന്റിഫിക് ടേംസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ ബേസിക്കലി അതിനകത്ത് നോക്കുന്നത് ആ ഗില്ല് ആ സ്റ്റൈപ്പിന്റെ എവിടെ വരെ ഉണ്ട്, ആ സ്റ്റൈപ്പിലേക്ക് താഴേക്ക് വരുന്നുണ്ടോ,
അത് സ്റ്റൈപ്പിന്റെ ആ ജസ്റ്റ് മുകളിൽ ടച്ച് ചെയ്യുന്നേ ഉള്ളൂ, അതോ ടച്ച് ചെയ്യുന്നില്ലേ, ആ ടച്ച് ചെയ്യുന്നിടത്ത് ഗ്യാപ്പ് ഉണ്ടോ, ഗ്യാപ്പ് ഇല്ലേ, ഇനി അവിടെ ഒരു കുഴി പോലെ ഉണ്ടോ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കണ്ടില്ലേ. സൈനുവേറ്റ് എന്ന് പറയുന്നിടത്ത് നോച്ച്ഡ് ആണ്, അതായത് ഇവിടെ വന്നിട്ട് ഒരു ചെറിയ ഒരു കുഴി പോലെ വരുന്നുണ്ട്, എന്നാൽ ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ടുമാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഒന്ന് ആലോചിക്കുക, ജസ്റ്റ് ഒരു മുകളിൽ നിന്നുള്ള ഒരു ഫോട്ടോ എടുത്ത് തന്നു കഴിഞ്ഞാൽ ഈ ക്യാരക്ടർ ഒന്നും അനലൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം ഇങ്ങനെയുള്ള ക്യാരക്ടർ കിട്ടണം എങ്കിൽ മാത്രമേ മഷ്റൂമിന്റെ ഗിൽ അറ്റാച്ച്മെന്റ് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അതിനാണ് ഈ ലെഫ്റ്റ് സൈഡിലൊരു ഫോട്ടോ വെച്ചേക്കുന്നത്. ഇതൊരു ഗില്ലിന്റെ അറ്റാച്ച്മെന്റ് കാണിക്കുന്ന ഒരു ഇമേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതേപോലെ ഈ രീതിയിൽ ഏത് തരത്തിലാണ് ഇവിടെ ഗിൽ അറ്റാച്ച്മെന്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഇമേജ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഈ ഒരു വട്ടം എന്ന് പറയുന്നത് ഈ ഡിസ്ക് ആണ്, അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു ക്യാപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്ന എല്ലാം ഗിൽസ് ആണ്. ഈ കാണുന്ന ഓരോന്നുമാണ് ഇതിന്റെ ഗില്ലുകൾ എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഈ ഒരെണ്ണം ഇതിന്റെ ഗില്ലാണ്. അപ്പൊ ഈ ഗില്ലെന്ന് പറയുന്നത് ഈ വന്നിരിക്കുന്ന സ്റ്റൈപ്പിനോട് അല്ലെങ്കിൽ ഈ തണ്ടിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഈ സെന്ററിൽ കാണിച്ചിരിക്കുന്ന സ്റ്റൈപ്പ് വന്ന് അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ്. ഇതിനോട് വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പല രീതിയിലായിരിക്കും. കണ്ടില്ല, ചിലപ്പോൾ ഒരു ഗില്ല് ഇവിടെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നെങ്കിൽ പിന്നെ ഇത്രയും സ്പേസ് ഇട്ടിട്ടായിരിക്കും അടുത്തത് വന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുന്നത്. ചിലതിലാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഗ്യാപ്പ് മാത്രമേ കാണത്തുള്ളൂ, ചിലതിലാണെങ്കിൽ ഇത്രയും അടുത്തായിരിക്കും, ചിലതിലാണെങ്കിൽ നമുക്ക് കാണാൻ പോലും പറ്റില്ല, അതുപോലെ ഇങ്ങനെ അടുപ്പിച്ചടിപ്പിച്ചടിപ്പിച്ചടിപ്പിച്ചടിപ്പിച്ചടിക്കും ഗില്ലുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുന്നത്. ഇതും അതിന്റെ ഒരു ഫീച്ചറാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് അടിയിൽ അതും നാച്ചുറൽ ലൈറ്റിൽ തന്നെ നമുക്ക് ഈ ഗിൽസിന്റെ അറ്റാച്ച്മെന്റ് കാണണം എന്ന് പറയാനുള്ള ഒരു കാരണം അത്. അതുപോലെ തന്നെ ഗില്ലിന്റെ ഇത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ ഈ മാർജിന് നമ്മൾ നോക്കും, ഇത് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ, വേവി ആണോ, അല്ലെങ്കിൽ ഇങ്ങനെ സെറേഷൻ ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ കയറിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കി. ഈ നമ്മളുടെ റോസയുടെ ഒക്കെ ഇതുണ്ടല്ലോ, സൈഡ് ഉണ്ടല്ലോ, ലീഫിന്റെ സൈഡ്, അതുപോലെയൊക്കെ നമ്മൾക്ക് എന്തെങ്കിലും സെറേഷൻ ഉണ്ടോ, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് എന്തുണ്ടെങ്കിലും നമ്മൾ അത് അപ്പം നമ്മൾ ഫീൽഡിൽ നോട്ട് ചെയ്തിട്ടാണ് ആക്ച്വലി പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോന്ന് ഈ പിന്നെ എത്ര ആംഗിളിൽ വേണം, ഇപ്പൊ ഒരു 10 ഫോട്ടോ ഒന്നും എടുത്ത് അയക്കണമെന്നല്ല, നമുക്ക് ആ 5 ഫോട്ടോ ഉള്ളെങ്കിലും ആ 5 ഫോട്ടോ ഭയങ്കര ക്ലാരിറ്റിയിലുള്ള ഫോട്ടോസ് ആയിരിക്കണം, അതിൽ ഇത്രയും സാധനങ്ങൾ ഇൻക്ലൂഡഡ് ആയിരിക്കണം. പിന്നുള്ളതാണ് ആനുലസ് ആൻഡ് വോൾവ ടൈപ്പ് എന്ന് പറയുന്നത്. ഇത് എല്ലാത്തിലൊന്നുമില്ല, കൂടുതലും നമ്മളെ അമാനട്ട പോലെയുള്ള സ്പീഷീസുകളിലാണ് ഇത് കാണപ്പെടുന്നത്. മിക്കവാറും അതിന് ഇങ്ങനെ ഒരു വോൾവ കാണും. അതിന്റെ ഐഡന്റിഫിക്കേഷനായിട്ട് മെയിൻ വരുന്ന ഒരു ഫീച്ചറാണ് ഈ പറയുന്ന വോൾവ എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ ഒരു മെംബ്രേനിയസ് ആയിട്ടുള്ള ഒരു ആനുലസ് കാണും. ഇവിടെ അതിനൊരു യൂണിവേഴ്സൽ വെയിൽ റെമനൻസ് കാണും. ഇത് വരാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുഞ്ഞായിരിക്കുന്ന സമയത്ത്, അതായത് ഈ പറയുന്ന മഷ്റൂം ഒരു മുട്ട പോലെയാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ ആ മുട്ട പോലെ ഇരിക്കുന്നതിനകത്തു നിന്നാണല്ലോ വിരിഞ്ഞു വരുന്നത് മുകളിലേക്ക്. അപ്പൊ ആ സമയത്ത് ഇതിനകത്തുനിന്ന് ഈ ക്യാപ്പ് പൊട്ടി വരുന്ന സമയത്ത് ഇതിനെ ഫുള്ള് കവർ ചെയ്തിട്ടായിരിക്കും ഇതുണ്ടാവുക, ഈ ഒരു സക്കേറ്റ്, ഈ ഒരു വോൾവ ഉണ്ടാവുക. അപ്പൊ ഇത് പൊട്ടി വരുന്ന സമയത്ത് ഇതിനെ ഈ ഒരു ക്യാപ്പിനെ കവർ ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അത് സ്ട്രെച്ച് ചെയ്തിട്ട് അതിന്റെ പാർട്ടാണ് ഈ കാണുന്ന യൂണിവേഴ്സൽ വെയിൽ റെമനൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ അതിന്റെ ബാക്കിയാണ് ഈ താഴെ സക്കേറ്റ് വോൾവ ആയിട്ട് കാണുന്നത്. പിന്നെ ഈ മെംബ്രേനിയസ് ആയിട്ട് കാണപ്പെടുന്ന ഈ ആനുലസ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ ഗിൽസിനെ കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്ന ഏരിയ ആണ്. അതാണ് ഈ പിന്നീട് ഈ കൊട പോലെ ഇത് വിടർന്നു കഴിയുമ്പോൾ ഇത് താഴേക്ക് വരുന്നതാണ് ഈ കാണുന്ന മെംബ്രേനിയസ് ആനുലസ് ആയിട്ട് കാണുന്നത്. ചിലതിനകത്ത് ഇവിടെ ഒരു ഫൈബ്രില്ലോസ് ആയിട്ടുള്ളൊരു സോണ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതും ചിലതിന്റെ ഐഡന്റിഫിക്കേഷൻ ഫീച്ചേഴ്സ് ആണ്. കോർട്ടിനാരീസ് പോലെയുള്ളതിൽ കാണാം. അതാണ് ഇവിടെ കോർട്ടിന, ഒരു ചെറിയൊരു വെബ് പോലെ അല്ലെങ്കിൽ ചെറിയൊരു വല പോലത്തെ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. അത് കോർട്ടിനാരീസിനകത്തുള്ള ഒരു ഫീച്ചറാണ്. അതുപോലെ ചിലതിനകത്ത് ഈ അമാനിറ്റേഡ് സ്പീഷീസിനകത്ത് ഇങ്ങനെ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള ഇങ്ങനെ ഇതേപോലെയുള്ള ബാൻഡുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ ചിലതിനകത്ത് ഇങ്ങനെ പൗഡറി ആയിട്ടുള്ള രീതിയിൽ ഉള്ള വോൾവ ഇങ്ങനെ കണ്ടില്ലേ, മാറി മാറി ഫ്രയബിൾ ആയിട്ടിരിക്കുന്ന വോൾവ കാണാൻ പറ്റും. ചിലതിനകത്ത് ഇങ്ങനെ ക്ലാസ്പ് ചെയ്ത് ഇങ്ങനെ അതിനകത്തോട്ട് ഒട്ടി ചേർന്നിരിക്കുന്ന രീതിയിലുള്ള വോൾവയും കാണാൻ പറ്റും. അപ്പൊ പല രീതിയിൽ കാണാം, ഇങ്ങനെ മാറി നിൽക്കുന്നതായിട്ട് കാണാം, അതുപോലെ തന്നെ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നതായിട്ടും കാണാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും
ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ്, ഇനി ശരിക്കുമുള്ള മഷ്റൂമിൽ നമ്മൾ കാണുന്ന കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഇതാണ് ഒരു അമാനട്ടയുടെ സെക്ഷൻ വാജിനേറ്റയുടെ ഒരു സ്പീഷീസ് ആണ്. അപ്പൊ അതിനകത്ത് നമ്മൾ കാണുന്നതാണ്, കണ്ടില്ലേ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ സ്ട്രയേഷൻസ് കാണുമെന്ന് പറഞ്ഞില്ലേ, ഇതാ ഈ കാണുന്നതാണ് അതിന്റെ സ്ട്രയേഷൻസ് എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ടൈപ്പ്. ഈ മണ്ണിന്റെ മുകളിൽ കാണുന്നതാണ് അതിന്റെ വോൾവ എന്ന് പറയുന്നത്. ഇതിന്റെ ബാക്കി മണ്ണിനടിയിലേക്കുണ്ട്. അപ്പൊ ഈ സൈഡ് വ്യൂ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ സ്ട്രയേഷൻസ് പറയാൻ പറ്റുള്ളൂ. ഇത് കംപ്ലീറ്റ് ആയിട്ട് വിരിഞ്ഞിട്ടില്ല, ഇത് ജസ്റ്റ് ആ മുട്ട പോലെ ഇരിക്കുന്ന ആ ഇതിലെത്തിയതേ ഉള്ളൂ. അടുത്ത ദിവസം ആകുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി വിരിയും. ഇത്രയും കിട്ടിയാലും നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പിന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ടൈലോപൈലസ് സോർഡിഡസ് എന്ന് പറയുന്ന ഒരു ബൊളീറ്റാണ്. അതിന്റെ ഏരിയോലേറ്റ് ക്യാപ്പാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതായത് ചില സമയത്ത് ഇങ്ങനെ ഇത് കണ്ടിട്ടില്ലേ, ഇതിന്റെ ക്യാപ്പിന്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ മാറി ഇരിക്കുകയാണ്. അതിനെയാണ് ഏരിയോലേറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അത് നമുക്ക് സാധാരണ ഇങ്ങനെ ഡ്രൈ ആവുന്ന സമയത്തൊക്കെ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ മാറാനായിട്ട്, നമ്മളുടെ ഈ ഡ്രൈ ആവുന്ന സമയത്ത് മണ്ണൊക്കെ ഇങ്ങനെ പൊട്ടി മാറില്ലേ, അതേപോലെ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. അത് ടൈലോപൈലസിൽ കാണുന്ന ഒരു ഫീച്ചറാണ്. പിന്നെ ഈ കാണുന്നത് ല്യൂക്കോകോർപ്പിനസിന്റെ ഒരു സ്പീഷീസിനകത്ത് കാണുന്ന ഗട്ടേഷൻ ആണ്. സെക്കൻഡറി മെറ്റാബോളൈറ്റ്സ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അത് വെളിയിലേക്ക് വിടുന്ന ഒരു ഫീച്ചറാണ് ഗട്ടേഷൻ എന്ന് പറയുന്നത്. പ്ലാന്റ്സിനകത്തൊക്കെ നമ്മൾ ട്രാൻസ്പിറേഷൻ ഒക്കെ പറയില്ലേ, അതുപോലെ തന്നെ മഷ്റൂമിനകത്തുള്ളതാണ് ഗട്ടേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് അമാനിട്ട സ്പീഷീസിനകത്ത് കാണുന്ന അപ്പൻഡിക്കുലേറ്റ് ആയിട്ടുള്ള ക്യാപ്പ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ തൊങ്ങല് പോലെ ഇങ്ങനെ കിടക്കുന്ന ഓർണമെന്റേഷൻ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ അപ്പൻഡിക്കുലേറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ കാണുന്ന ഒരു ഫീച്ചേഴ്സും വെറുതെ അല്ല. ഇതിനകത്ത് ഒരു കുത്തോ ഒരു പൊട്ടോ പൊടിയോ ഉണ്ടെങ്കിലും അതൊരു ഫീച്ചർ ആണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം നോട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഇതിന്റെ ഫോക്കസ് വെച്ചിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇതാണ് ഒരു റുബ്രോബൊളീറ്റസ് ഡുപൈനി എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണ്. അതിന്റെ ബ്രൂയിസിങ് ആയിട്ടുള്ള പോറാണ് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പം ഈ ബൊളീറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ പോറുള്ള ഭാഗത്ത് നമ്മളൊന്ന് ഡിസ്റ്റർബ് ചെയ്യുവാണ്, ജസ്റ്റ് എന്തെങ്കിലും ഒരു കമ്പൗണ്ടോ എന്തെങ്കിലും ഒരു തണ്ടുകൊണ്ടോ എന്തെങ്കിലും ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുന്ന സമയത്ത് ഉടനെ അതിന് ഓക്സിഡേഷൻ സംഭവിക്കുകയും അവിടെ ഒരു കളർ ചില സമയത്ത് യെല്ലോ ആയിരിക്കാം, ചിലത് ചിലപ്പോൾ റെഡ് ആയിരിക്കാം, ചിലത് ചിലപ്പോൾ ബ്ലൂ ആയിരിക്കാം. അപ്പൊ അവിടെ ആ പോറിന് ഈ കാണിച്ചിരിക്കുന്ന നമ്മുടെ മഷ്റൂമിലെ ഗില്ലാണെന്നുണ്ടെങ്കിൽ ഇതിൽ പോറാണ്, അതാണ് വ്യത്യാസം വരുന്നത്. ഇതും ബസിഡിയോ തന്നെയാണ്, പക്ഷെ ഇവിടെ പോറാണ് എന്നതാണ് വ്യത്യാസം വരുന്നത്. അപ്പൊ അതിൽ കണ്ടില്ലേ സഡൻ ആയിട്ടൊരു ബ്ലൂ കളറേഷൻ വരുന്നുണ്ട്. അപ്പൊ അത് ആ പറയുന്ന റുബ്രോബൊളീറ്റസിനെ അഡീഷണലി നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് ഇതേപോലെയുള്ള ലാക്ടൈലേസ് സ്പീഷീസുകളുണ്ട്. അതിന് ഇതേപോലെയുള്ള മിൽക്കിന്റെ എക്സുഡേഷൻസ് ഉണ്ടാവും. അതേപോലെ ഇവിടെ ബ്രൂയിസിങ് ചെയ്തിട്ടുള്ള ഇത് ലാക്ടൈലേസ് ഇൻഡിഗോ ആണ്, അതിനാണ് ഒരു ബ്ലൂ കളറേഷൻ ഉണ്ടാവും. അതുപോലെ ഇവിടെ ഇത്തിരി മുമ്പ് പറഞ്ഞ പോലുള്ള ബ്രൂയിസിങ് റിയാക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ചോദിക്കാറുണ്ട് എന്തെങ്കിലും ബ്രൂയിസിങ് റിയാക്ഷൻ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ കളറേഷൻ വല്ലതും ഉണ്ടായിരുന്നോ. ചില സമയത്ത് ഈ ഗില്ലിൽ മാത്രമല്ല കേട്ടോ, അതേപോലെ തന്നെ സ്റ്റൈപ്പിൽ വരും. ഈ സ്റ്റൈപ്പിൽ കണ്ടില്ലേ, ഇവിടെ കാണുന്നില്ല, അതേപോലെ വരും. ചിലപ്പോൾ സ്റ്റൈപ്പിന്റെ ബേസിൽ വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ചില സമയത്ത് ഇതിന്റെ ക്യാപ്പിൽ വരും. അപ്പൊ എവിടെ വേണമെങ്കിലും ഉണ്ടാവാം. അപ്പൊ നമ്മൾക്ക് ആ ജീനത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ഐഡന്റിഫിക്കേഷന്റെ ബേസിൽ നമ്മൾ ചിലപ്പോൾ ചോദിക്കും, ഓക്കെ ഇത് ഇവിടെ ബ്രൂയിസിങ് ഉണ്ടായിരുന്നു, ഒന്ന് ടെസ്റ്റ് ചെയ്യണേ അല്ലെങ്കിൽ നോക്കണേ എന്നൊക്കെ നമ്മൾ പറയും. പിന്നുള്ളതാണ് കൺഫ്യൂസിംഗ് ആയിട്ട് പലപ്പോഴും വരാറുള്ള രണ്ട് സാധനമാണ്. ഒന്ന് ക്യാന്ത്രല്ലസ്, ഒന്ന് ഒംഫാലോട്ടസ്. രണ്ടും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കിയാൽ ഒരുപോലൊക്കെ ഇരിക്കും. ഇത് റൈറ്റിൽ കാണുന്നത് ഒംഫാലോട്ടസ് ഒലിവസെൻസ് ആണ്. ഇതിൻ്റെതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂ ആയിട്ടുള്ള ഗിൽസ് ആണ്. അതായത് മുകളിൽ നമ്മുടെ ക്യാപ്പിന്റെ എഡ്ജിൽ നിന്നും താഴെ സ്റ്റൈപ്പിന്റെ എൻഡ് ഭാഗത്ത് വരെ റൺ ചെയ്യുന്ന ഗില്ലുകളാണ് ഇതിന് ഉള്ളത്. ട്രൂ ഗിൽസ് ആണ്. അത് നമ്മൾ ഡിഫറെന്റ് ഗിൽസ് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇവിടെ ക്യാന്തറല്ലസിന്റെ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ അതിന് ഗിൽസ് അല്ല ഉള്ളത്, ഇതിന് റിഡ്ജസ് ആണുള്ളത്. റിഡ്ജസ് ആൻഡ് ഫറോസ് നമ്മൾ പറയില്ലേ, അതുപോലെ റിഡ്ജസ് ആണുള്ളത്. ഇതിന് ശരിക്കും
ട്രൂ ആയിട്ടുള്ളൊരു ഗിൽസ് അല്ല ഇവിടെ കാണുന്നത്. അത് കാന്തറില്ലസ് അപ്പലാച്ചിയൻസിസ് സ്പീഷീസ് ആണിത്. അപ്പൊ അതിനകത്ത് കാന്തറില്ലസിനെയും ഓംഫാലോട്ടസിനെയും അറിയാനുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തിരിച്ചു നോക്കുക, അതിന്റെ ഗിൽസ് എങ്ങനെയാണെന്ന് നോക്കുക. ഇതിനകത്ത് കാന്തറില്ലസിനെ നമ്മൾ സാധാരണ ഫോൾസ് ഗിൽസ് എന്നാണ് പറയുന്നത്. അത് ശരിക്കും അതിന്റെ റിഡ്ജസ് ആണ് അവിടെ കാണുന്നത്. ട്രൂ ഗിൽസ് ഓംഫാലോട്ടസിലെ ഉള്ളൂ. ദെൻ നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈക്കോലോമ കാലിഗേറ്റം എന്ന് പറയുന്നൊരു സ്പീഷീസ് ഉണ്ട്. അപ്പൊ ട്രൈക്കോലോമയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയറിംഗ് റിങ്സ് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ ഇത്തിരി മുമ്പ്, ഇവിടെ ഇങ്ങനെ ഗിൽസ് ഉണ്ടാവുമല്ലോ, ഈ ഗിൽസിനെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഇതിനെ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇവിടെ ഒരു ആവരണം ഉണ്ടാവും. അത് ഈ പറയുന്ന ക്യാപ്പ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് പൊട്ടി മാറുന്നതാണ് ഈ കാണുന്ന ഫ്ലെയറിംഗ് റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് വരുന്ന റിംഗ് എന്നുള്ള അർത്ഥത്തിലാണ് ഫ്ലെയറിംഗ് റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് ചില സ്പീഷീസുകൾ അങ്ങനെ കാണും. അതുപോലെ തന്നെ അമാനറ്റയുടെ ഒരു സ്പീഷീസിൽ കാണുന്നതാണ് ഫ്ലെയറിംഗ് വോൾവ എന്ന് പറയുന്നത്. കണ്ടില്ലേ, രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് കാണപ്പെടുന്ന വോൾവയാണ് അമാനറ്റ സ്പ്രെട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീഷീസിൽ കാണപ്പെടുന്നതാണ്. ദെൻ ഇത് ഒരു ഫാലസിന്റെ ഒരുപാട് സ്പീഷീസ് ഐഡന്റിഫിക്കേഷൻ സാധാരണ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഇതേപോലെയുള്ള ഗ്ലബ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. അതിനകത്ത് ഒരുപാട് ഇൻസെക്ട്സ് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഇൻസെക്ട് മീഡിയേറ്റഡ് ആയിട്ടാണ് അതിന്റെ കൂടുതലും സ്പോറ് ഇങ്ങനെ പോവാറ്, ഡിസ്പേഴ്സ് ചെയ്യാറ്. അതുപോലെ തന്നെ കണ്ടില്ലേ, ചില സമയത്ത് ചോദിക്കാറുണ്ട് ഇതേപോലെയുള്ള ഗിൽസിൽ ഒന്ന് വരഞ്ഞു നോക്കാവോ, ഇതേപോലെയാണ് ക്രോസ് ആയിട്ടൊന്ന് വരഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ ഇതേപോലെ ലാറ്റക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാല് പോലത്തെയുള്ള എന്തെങ്കിലുമൊക്കെ എക്സുഡേഷൻ ചിലപ്പോൾ കാണിക്കും. ചിലപ്പോൾ ഈ പറയുന്ന ടൈപ്പ് കട്ട് ചെയ്യുമ്പോഴും ചില സമയത്ത് ഇതേപോലെയുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ മിൽക്കി എക്സുഡേഷൻ കാണാനായിട്ട് നമുക്ക് പറ്റും. അതിനാണ് നമ്മൾ ലാറ്റക്സ് എക്സുഡേഷൻസ് എന്നൊക്കെ നമ്മൾ പറയും. പിന്നുള്ളതാണ് നമുക്ക് മൈസീന ഹെമറ്റോപ്പസ്, നമ്മൾ ബ്ലീഡിംഗ് ബോണറ്റ്സ് എന്നൊക്കെ നമ്മൾ പറയും. ഇതിന്റെ നമുക്ക് ഇതുപോലെയാണ്, നമ്മൾ ക്യാപ്പിലൊക്കെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ബ്ലഡിഷ് ഉള്ള കളറിലുള്ള എക്സുഡേഷൻസ് ഒക്കെ വരും. അത് അതിനെ തിരിച്ചറിയാനുള്ള ഒരു ഐഡന്റിഫൈങ് ഫീച്ചറാണ്. അതുപോലെ ടൈപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചില ഹെയർസും കാര്യങ്ങളും ഒക്കെ കാണും, അത് പലതിൻ്റെയും കാണും. അപ്പൊ അതെല്ലാം ഒരു ഫീച്ചറാണ് കേട്ടോ, നമ്മൾ നോട്ട് ചെയ്യേണ്ട ഫീച്ചറാണ്. ചില സമയത്ത് ബേസിൽ മാത്രം എന്തെങ്കിലും ഫീച്ചർ കാണും, ചിലതിൻ്റെയൊക്കെ യങ്ങറായിട്ടുള്ള, അതായത് ചെറുതായിരിക്കുന്ന സ്റ്റേജിൽ മാത്രം ഹെയർസ് കാണും, വലുതായിട്ടിരിക്കുന്ന സ്റ്റേജിൽ ചിലപ്പോൾ അതില്ലാതെയാകും. അപ്പൊ അതെല്ലാം നമ്മൾ നോട്ട് ചെയ്യേണ്ട മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഡോക്യുമെന്റേഷൻ ചെയ്യുന്ന സമയത്ത് നോട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഓരോന്ന് ഇത് ചെയ്യുന്ന സമയത്ത്, പബ്ലിഷ് ചെയ്യുന്ന സമയത്തും ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് പോകുന്നത്. പിന്നെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് മാർജിനേറ്റ് ഗിൽസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഗില്ലുകൾ ഉണ്ടല്ലോ, കണ്ടില്ലേ, ഓരോന്നും ഗില്ലുകളാണ്. അതിനകത്ത് നമ്മൾ അതിന്റെ എൻഡ് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ കളർ വേരിയേഷൻ പോലെ കാണാം അല്ലെ, അതിനെയാണ് നമ്മൾ മാർജിനേറ്റ് ഗിൽസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കളർ വേരിയേഷൻ വെച്ചിട്ട് നമ്മളിങ്ങനെ പല രീതിയിൽ പറയാറുണ്ട്. റുബ്രോമാർജിനേറ്റ് ഗിൽസ്, അട്രോമാർജിനേറ്റ് ഗിൽസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അത് റെഡിഷ് കളർ ആവാം, ചിലപ്പോൾ ബ്ലാക്ക് ആവാം, ബ്രൗണിഷ് കളർ, അങ്ങനെ പല രീതിയിലാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ മാർജിനേറ്റ് ഗിൽസിന് പേര് വരുന്നത് ആസ് അട്രോമാർജിനേറ്റസ്, റുബ്രോമാർജിനേറ്റസ് എന്നൊക്കെ വരുന്നത്. സോ ഇതൊരു ഐഡന്റിഫിക്കേഷൻ ഫീച്ചർ ആണ്. അപ്പൊ നമ്മൾക്ക് ഒരാളിപ്പം ഒരു ഫോട്ടോ ഇടുവാണെന്നുണ്ടെങ്കിൽ ഇത്തിരി ദൂരെ മാറിയിട്ട് ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഈ ഫീച്ചർ കിട്ടത്തില്ല. അപ്പൊ നമുക്ക് അവിടെ ഐഡന്റിഫിക്കേഷന് ബുദ്ധിമുട്ട് വരും. അപ്പൊ ഇതിന്റെ ക്ലോസ് വ്യൂ വേണം എപ്പോഴും. നമുക്ക് ഒരു ഐഡന്റിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഗിൽസിന്റെ ക്ലോസ് വ്യൂ ഇതേപോലെ വേണം. ദെൻ ഉള്ള ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് മൈസീന സ്റ്റൈലോബേസ് എന്ന് പറയുന്നത്. ബോണറ്റ് ബേസ് എന്നാണ് പറയുന്നത്, കണ്ടില്ലേ, അതിന്റെ ബേസ് നോക്കി എന്ത് രസമാണ് കാണാൻ അല്ലെ. സ്റ്റെല്ലേറ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാർ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ബേസ് ആണ് അതിനെ കാണപ്പെടുന്നത്. അത് അതിന്റെ ഐഡന്റിഫിക്കേഷൻ ഫീച്ചറാണ്. അതിന്റെ സ്പീഷീസ് നെയിം തന്നെ വന്നിരിക്കുന്നത് ഈ ഒരു ഫീച്ചറിൽ നിന്നാണ്. ദാറ്റ്സ് മൈസീന സ്റ്റൈലോബേസ്. സ്റ്റെല്ലേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാർ ഷേപ്ഡ് ആയിട്ടുള്ള ബേസ് ഉള്ള അല്ലെങ്കിൽ ബേസൽ ഡിസ്ക് ഉള്ള മൈസീനയാണ് എന്നതുകൊണ്ടാണ് അതിന് ആ പേര് തന്നെ വന്നിരിക്കുന്നത്. ഐഡന്റിഫിക്കേഷൻ ഫീച്ചർ തന്നെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. പിന്നുള്ളതാണ് അഗാരിക്കസ് ലെപ്റ്റോകോളിസ് പോലെ ഉള്ളതിനകത്ത് വരുന്ന പാർഷ്യൽ വെയിൽ. അത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇതേപോലെയുള്ള ഗിൽസ് വരും, ഗിൽസിനെ കവർ ചെയ്തിട്ട് പാർഷ്യൽ വെയിൽസ് വരും. ഇതാണ് വെയിൽ എന്ന് പറയുന്നത്, അഗാരിക്കസിന്റെ ആണ്. അപ്പൊ അത് ഈ ക്യാപ്പിൽ നിന്ന്
ക്യാപ്പ് എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് കേട്ടോ ഈ പറയുന്ന ആനുലസ് അല്ലെങ്കിൽ ഈ ഒരു ആനുലസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ ഇവിടെ കാണുന്നതാണ് പെറോണേറ്റ് യൂണിവേഴ്സൽ വെയിൽസ് എന്ന് പറയുന്നത്. സാധാരണ ഇത് കോർട്ടിനാരി സ്റ്റോർബസിലാണ് കാണപ്പെടുന്നത്. പെറോണേറ്റ് യൂണിവേഴ്സൽ വെയിൽസ് എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ കാണാം ഇല്ലേ, നമുക്ക് കാലയിലൊക്കെ സോക്സ് ഇട്ട പോലെ തോന്നത്തില്ലേ, അതേ ഒരു ഫീച്ചറാണ് ഈ കാണിക്കുന്നത്. എന്തോ ഒരു സോക്സ് ഇട്ടത് മാതിരിയുള്ള ഒരു രീതിയിലുള്ള ഫീച്ചർ കാണിക്കുന്നതിനെയാണ് നമ്മൾ പെറോണേറ്റ് യൂണിവേഴ്സൽ വെയിൽ എന്ന് പറയുന്നത്. പിന്നെ ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് അമാനിറ്റ സിസിലിയെ എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണ്. അതിന്റെ ക്യാപ്പിൽ കാണുന്ന പാച്ചസ് ആണ് ഈ കാണുന്നത്. ദെൻ തൊട്ട് റൈറ്റ് സൈഡിൽ കാണുന്നത് ലാക്ടേരിയസ് ഇൻഡിഗോ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഒരു ബ്ലൂ കളറായി അവിടെ ഒരു ബ്ലൂ കളറായിട്ടുള്ള എക്സുഡേഷന്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അത് ഈ ലാക്ടേരിയസ് ഇൻഡിഗോയിലാണ് കാണുന്നത്. പ്ലസ് അതിന്റെ ടൈപ്പ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടൈപ്പിനൊരു പ്രത്യേകത ഉണ്ട് അല്ലെ, ചെറിയ ചെറിയ പാച്ചസ് കാണുന്നില്ലേ, എവിടെ ഒരു എന്താ പറയുക കുഴികൾ കാണുന്നില്ലേ, ചെറിയ ചെറിയ കുഴികൾ, നമ്മുടെ ചന്ദ്രനിലൊക്കെ കുഴിയുള്ളത് പോലെ ഉണ്ട് അല്ലെ. അപ്പൊ അതിനെ നമ്മൾ പറയുന്നതാണ് സ്ക്രോബിക്കുലേറ്റ് സ്റ്റെം എന്നാണ് നമ്മൾ അതിനെ സയന്റിഫിക്കലി പറയുന്നത്. സ്ക്രോബിക്കുലേറ്റ് സ്റ്റെം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രഷനുള്ള അല്ലെങ്കിൽ ചെറിയ 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 കുഴികളുള്ള സ്റ്റെം എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെയാണ് റൈറ്റ് സൈഡിൽ കാണപ്പെടുന്ന ഫാലസ് റോസിയസ് ഗ്രൂപ്പ്. ഫാലസ് ഗ്രൂപ്പുകൾക്ക് നമ്മൾ ചില സമയത്ത് ഇങ്ങനെ എഗ് ആയിട്ട് കാണും. രണ്ടെന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ ഭാഗത്ത് കണ്ടോ, ആ എഗ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഓക്കെ ഇത് എന്തോ ലൈക്കോപോഡൻ സ്പീഷീസ് അല്ലേ, അല്ലെങ്കിൽ അതിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ഏതെങ്കിലും അല്ലേ എന്ന് തോന്നും. അതിനാണ് നമുക്കൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഫാലസ് ആണ് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഓൾവേസ് ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കണം. ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തേർഡ് ഇമേജ് കാണിച്ചിരിക്കുന്നത് പോലെ ആയിരിക്കും എപ്പോഴും നമ്മുടെ ഫാലസിന്റെ ക്രോസ് സെക്ഷൻസ് വരുന്നത്. നാലാമത്തേത് കാണിച്ചിരിക്കുന്നത് അത് ജസ്റ്റ് എമേർജ് ചെയ്ത് വരാൻ തുടങ്ങിയ ഇമേജ് ആണ്. ഫിഫ്ത്തും സിക്സ്തും എന്ന് പറയുന്ന അതിന്റെ ഡിഫറെന്റ് എമേർജ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന സ്റ്റേജ് ആണ് കാണിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, അത് ഇങ്ങനെ എമേർജ് ചെയ്ത് വരുവാണ്. ആ ഒരു വോൾവ പോലത്തെ ഉള്ള ഭാഗത്തു നിന്ന് പൊട്ടി മുകളിലേക്ക് വരുന്ന ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത്. അതിന് ചെറിയൊരു ലൈറ്റ് റോസ് കളർ അല്ലെങ്കിൽ ഒരു പിങ്കിഷ് ടിഞ്ച് ഉണ്ട്. അതുകൊണ്ടാണ് ഫാലസ് റോസിയസ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ദെൻ നമുക്ക് ചില മഷ്റൂംസിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ട് ആയിട്ടുള്ള ഗിൽസ് കാണാം. അതായത് മുകളില് ഗിൽസിന്റെ എഡ്ജിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് തുടങ്ങി ആളിവിടുന്ന് പുറപ്പെട്ടു, പക്ഷെ താഴെ വരെ എത്തിയില്ല. ഇവിടെ വെച്ചിട്ട് നിന്നുപോയി. ഇത് താഴെ വരെ എത്തിയിട്ടുണ്ട്, ഇത് താഴെ വരെ എത്തിയില്ല. ഇത് താഴെ വരെ എത്തി, ഇത് താഴെ വരെ എത്തിയില്ല. അപ്പം ഒന്നിട വിട്ടിട്ടുള്ളത് താഴെ വരെ എത്താത്ത കേസസ് ഉണ്ട്. അങ്ങനെയുള്ളതിനെ നമ്മൾ ഷോർട്ട് ഗിൽസ് എന്ന് പറയും. അതിനൊരു എക്സാമ്പിൾ ആണ് ലാക്ടേരിയസ് ജെറാർഡി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറെ പല സ്പീഷീസും ഉണ്ട്. അതിനകത്ത് ചിലപ്പോൾ ഒന്നായിരിക്കണമെന്നില്ല, പലതുണ്ടാവും. ചിലപ്പോൾ 1, 2, 3 പല ലെങ്തിലുള്ളത് കാണും. ഇതേപോലെ ഷോർട്ട് ഗിൽസ് ആയിട്ടുള്ളത്. അപ്പൊ അതിന്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ അതിൽ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ചിലതിനകത്ത് നമ്മൾ നോക്കിയപ്പോൾ ഫോർ എക്സാമ്പിൾ കോർട്ടിനാരിയസിന്റെ ഒരു സ്പീഷീസ് നോക്കിക്കഴിഞ്ഞാൽ സ്ലൈമി ആയിട്ടുള്ള വെയിൽ കാണാം. ഇതിന്റെ ചുറ്റും കണ്ട ഒരു സ്ലൈമി ആയിട്ടുള്ളത് കാണുമല്ലോ. ആ സ്ലൈമിനെസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ക്യാരക്ടർ ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ കോപ്രിനോപ്സിസ് വേരിഗേറ്റ എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണിത്. കോപ്രിനോപ്സിസിന്റെ നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ല, അതിനെ കംപ്ലീറ്റ്ലി ഒരു മുട്ട പോലെ കവർ ചെയ്ത് വെച്ചേക്കുക. ഈ പൊട്ടി വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, അത് ആ കോപ്രിനോപ്സിസ് ഈ ഒരു മുട്ട പോലെ ഇരിക്കുന്ന അതിനകത്തുനിന്ന് എമർജ് ചെയ്ത് വരാൻ തുടങ്ങുവാണ്. അപ്പൊ ഈ കംപ്ലീറ്റ്ലി ഇതിനെ കവർ ചെയ്തിരിക്കുന്നതാണ് ഇതിന്റെ യൂണിവേഴ്സൽ വെയിൽ എന്ന് പറയുന്നത്. അതിനെ കവർ ചെയ്തിട്ടിരിക്കുന്നതിനകത്തുനിന്ന് പൊട്ടി വെളിയിലേക്ക് വരാനായിട്ട് തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ ചിലതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് ഓർമ്മ. കൊളീബിയ മ്യൂഡയുടെ ഒക്കെ അല്ലെങ്കിൽ കൊളീബിയ സ്പീഷീസിന്റെ ഒക്കെ ഇതേപോലെ ഡബിൾ ടോൺഡ് ആയിട്ട് കാണാം. 2 കളറേഷൻ ആയിട്ട് കാണാം. ചിലപ്പോൾ സെന്ററിൽ ഒരു കളറ്, ചുറ്റും വേറൊരു കളറായിട്ട് ഇങ്ങനെ കാണാം. അപ്പൊ ഡബിൾ ടോൺഡ് ആയിട്ട് ചിലപ്പോൾ കാണാം. അതിനാണ് നമ്മൾ ഹൈഗ്രോഫാനസ് എന്ന് നമ്മൾ പറയുന്നത്. അത് ഗാലറീന മാർജിനേറ്റ പോലെ, ഗാലറീന മാർജിനേറ്റ പോയിസണസ് ആയിട്ടുള്ള മഷ്റൂമാണ്. അതേപോലെ ഉള്ളതിനകത്ത് ഇങ്ങനെ കാണാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാക്ടേരിയസ് ഇൻഡിഗോ പോലെയുള്ള ചില മഷ്റൂമിനകത്ത് സോണേഷൻ കാണിക്കുന്നത്. ഇതാണ് സോണേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ സോൺ തിരിച്ചിങ്ങനെ സോൺ ആയിട്ട് കാണപ്പെടുന്നതിനാണ് സൊണേറ്റ് ക്യാപ്പ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ഉള്ളത്
ചിലതിനകത്ത് ചില കൂണുകൾക്കകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെയുള്ള വാട്സ് കാണാൻ കണ്ടില്ല, ഡയമണ്ട് തിരിച്ചു വെച്ചിരിക്കുന്നത് പോലെയുള്ള വാട്സ് കാണാനായിട്ട് പറ്റും. അത് ചിലതിനകത്ത് ഐഡന്റിഫിക്കേഷൻ ഫീച്ചർ ആണ്. അതിനൊരു എക്സാമ്പിൾ ആണ് അമാനിട്ട മസ്കാരിയ വെറൈറ്റി ആണ് അതിന്റെ ഗെസോ എന്ന് പറയുന്നത്. പിന്നുള്ളതാണ് നമ്മളുടെ ലൈക്കോപോഡൻ പെർലേറ്റം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ചില സമയത്ത് ലൈക്കോപോഡനൊക്കെ ഐഡന്റിഫിക്കേഷൻ ഇടുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കാവോ, അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ അയക്കാവോ എന്ന് ചോദിക്കാറുണ്ട്. ഇതുപോലെ ലൈക്കോപോഡന്റെ പല സ്പീഷീസും ഒക്കെ എഡിബിൾ ആയിട്ടുള്ള സ്പീഷീസ് ഒക്കെ ഉണ്ട്. അപ്പൊ വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിബിൾ ആണ്. ഇത് മെച്ചുർ ആയിട്ടില്ല. മെച്ചുർ ആകുന്ന സമയത്ത് ഇതിനകത്ത് കംപ്ലീറ്റ്ലി ഇതിനകഭാഗം മൊത്തം സ്പോർസ് ആയിട്ട് കൺവേർട്ട് ആയിട്ട് ഇതിന് കളർ ചേഞ്ച് വരും. അപ്പൊ ഒരു പൗഡറി മാസ് ആയിട്ട് മാറും. അപ്പൊ ഇത് കഴിക്കാനായിട്ട് കൊള്ളില്ല. അപ്പൊ ഗ്യാസ് ഇഷ്യൂസ് ഒക്കെ നമുക്ക് ഉണ്ടാവും. ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ ആയിരിക്കുന്ന സമയത്ത് ഇത് എഡിബിൾ ആണ്. പിന്നെ ഇത് നമ്മളുടെ ഒരു സാധാരണ നമ്മൾ പറയുന്ന കപ്പ് ഫഞ്ചൈസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കപ്പ് ഫഞ്ചൈസിന് നമ്മൾ ഈ പറയുന്ന ഗിൽസും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ളതിന്റെ ഫോട്ടോ എടുക്കുമ്പോൾ ഒരുപാട് ആംഗിളിന്റെ ആവശ്യമൊന്നുമില്ല. അത് എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കുക. അതിന്റെ സൈസ് അറിയാൻ വേണ്ടിയിട്ട് ഒരു കോയിൻ വെക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ നിന്നും താഴെ നിന്നുള്ള ഒരു പിക്ചർ ഇടുക. അത്രയും മതിയാവും. ഈ ഗിൽസ് ഉള്ളതിന് ആണ് ഇത്രയും കൂടുതൽ ഇമേജസ് വേണ്ടി വരുന്നത്. ഇതേപോലെയുള്ള പെസൈസ, അസ്കോകോർനെ അല്ലെങ്കിൽ അതേപോലെയുള്ളതിനൊക്കെ ഇങ്ങനത്തെ 1-2 ഇമേജസ് ധാരാളമാണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. പിന്നെ ഇതിന് ക്ലോസ് ആയിട്ടുള്ള വ്യൂ ചിലപ്പോൾ വേണ്ടി വരുന്ന സമയത്ത് പറയുമ്പോൾ മാത്രം അത് മതി. അപ്പം ഇങ്ങനെ ഇതിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ അകത്തെ ഭാഗം, ഇങ്ങനെയുള്ള ഭാഗത്താണ് ഇതിന്റെ സ്പോർട്സ് കാണുന്നത്. ഭയങ്കര ബ്രൈറ്റ്ലി കളേർഡ് ആയിരിക്കും ഇങ്ങനെയുള്ള ഭാഗങ്ങൾ. ചിലപ്പോൾ റെഡ് ആയിരിക്കാം, ബ്രൈറ്റ്ലി ഓറഞ്ച് കളേർഡ് ആയിരിക്കാം. അങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് ഇതിന്റെ അകഭാഗത്താണ് സ്പോർട്സ് സാധാരണ കാണുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തെയാണ് നമ്മൾ എക്സിപ്പുലാർ സർഫസ് എന്ന് പറയുന്നത്. ദെൻ ഈ കാണിച്ചിരിക്കുന്ന ഒരു ഫൈലോപൊളിറ്റസ് മാനിപ്പുലാരിസിന്റെ ബയോലൂമിനസെൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ദെൻ ചിലതിനകത്ത് നമ്മൾ ഈ ഗിൽസ് അല്ലാതെ കാണപ്പെടുന്ന നമ്മൾ സ്പൈൻസ് പോലെ കാണപ്പെടുമെന്ന് പറഞ്ഞല്ലോ, അതിനെ ടൂത്ത് എന്നും പറയും. അങ്ങനെ കാണപ്പെടുന്നതാണ് ഇത്. അതിന്റെ റൈറ്റ് സൈഡിൽ കാണപ്പെടുന്നത് പോർ രീതിയിൽ കാണപ്പെടുന്ന പോറസ് ആയിട്ടുള്ള, മുകളിൽ നിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് ഗിൽഡായിട്ട് തോന്നും. പക്ഷെ അടിഭാഗം നമ്മൾ ഇതുപോലെ ഫോട്ടോസ് എടുക്കുന്ന സമയത്താണ് ഓക്കെ അത് ഇങ്ങനെയല്ലല്ലോ, പോറസ് ആണ്, ചിലപ്പോൾ വേറെ എന്തെങ്കിലും രീതിയിലുള്ള, അല്ലെങ്കിൽ ചിലപ്പോൾ മേസ് ടൈപ്പ് ആയിരിക്കും, അങ്ങനെയൊക്കെ വേറെ ടൈപ്പുകൾ ആണെന്ന് നമ്മൾ അടിയിൽ നിന്നുള്ള ഇമേജ്, അണ്ടർ സൈഡ് ഇമേജ് എടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. പിന്നെ ദാണ്ട് ഇവിടെ കണ്ടില്ലേ, ഇത്തിരി മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര സ്ട്രൈക്കിംഗ് കളറേഷനാ, കണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ളതിന് മുകളിൽ നിന്ന് സൈഡിൽ നിന്നുള്ളൊരു ഇമേജ് ഇനഫ് ആണ് ഐഡന്റിഫിക്കേഷന് വേണ്ടി. ഇത് സാർക്കോസ്റ്റൈഫയുടെ സ്പീഷീസ് ആണ്. അപ്പം ഇതിന് ഈ ഒരു 1-2 ഇമേജ് മതി. ഇതിന്റെ ഗിൽസ് ഇല്ല. ഇതിന് ഈ കാണുന്ന സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള റെഡ് ഭാഗമാണ് ഇതിന്റെ ഹൈമേനിയം അല്ലെങ്കിൽ ഇതിന്റെ ഫെർട്ടൈൽ ആയിട്ടുള്ള സ്പോർ ബെയർ ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന റിസൂപ്പിനേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ടിംഗ് ബോഡീസ് എന്ന് പറയുന്നത്. ചില സമയത്ത് നമ്മൾ ഈ മരത്തിന്റെ തടിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില ഫംഗസുകൾ അതിൽ ഇങ്ങനെ പറ്റി പിടിച്ച് വളരുന്ന കാണാം. നമുക്കത് ഒരിക്കലും നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് പറ്റില്ല. ആ ഫംഗസ് മാത്രമായിട്ട് ഇളക്കിയെടുക്കാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ഇടയ്ക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ആ മരത്തടിയുടെ ഒരു പാർട്ട് ചേർത്തിട്ട് മാത്രമേ നമുക്കത് ഇളക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളതിനാണ് റെസൂപ്പിനേറ്റ്. ഇങ്ങനെ പരന്നങ്ങോട്ട് വളരും. അതിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പൊ ഇതെടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ളൊരു ഫോട്ടോ എടുക്കണം. ഒപ്പം തന്നെ ഇതിപ്പോ നല്ല കളറേഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിന്റെ കളർ ചേഞ്ചും അതുപോലെ ക്യാരക്ടേഴ്സും വെച്ചിട്ട് നമുക്ക് ഫ്ലെബിയോപ്സിസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അതല്ലാതെയുള്ള കേസുകളിൽ ചിലപ്പോൾ ഇതിന്റെ അടുത്ത് ചെന്നിട്ട് ക്ലോസ് ആയിട്ടുള്ള നമുക്ക് ഫോട്ടോസ് എടുക്കേണ്ട ആവശ്യം വരും. അപ്പൊ ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു കുഴികളുണ്ട്. ഇപ്പൊ ഈ ഫോട്ടോയിൽ കാണാനായിട്ട് പറ്റത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ക്ലോസ് വ്യൂവിലുള്ള ഫോട്ടോയല്ല. അപ്പൊ അടുത്ത് ചെന്നിട്ട് ഉള്ളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞെങ്കിൽ മാത്രമേ അതിനകത്ത് കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങൾ കാണാനായിട്ട് പറ്റത്തുള്ളൂ. പോളിപോറാണ്. അപ്പൊ അങ്ങനെ അറിയാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നുള്ളതാണ് ഇതേപോലെയുള്ള ജെല്ലി ഫംഗസുകൾ അല്ലെങ്കിൽ ഓറിക്കുലേറിയ ജിന്തയാണിത്. അപ്പം അങ്ങനെയുള്ളതിന്റെ കേസിലും നമുക്ക് മുകളിൽ നിന്നും അടിയിൽ നിന്നുള്ള ഫോട്ടോസ് ഒക്കെ ഇടാനായിട്ട് പറ്റും. ഇതിനും ഈ പറഞ്ഞ പോലെ ഗിൽസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു 1-2 പിക്സ് ധാരാളമാണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. പിന്നെ അതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു സെർക്കുലയുടെ ഒരു സ്പീഷീസ് ആണ്. സെർക്കുലർ സിമിലിസ് ആണ് കാണുന്നത്. ഇത് സാധാരണ കഴിഞ്ഞ ദിവസം കിട്ടിയ ഒരു ഇമേജ് ആണ്. നമ്മളുടെ ബാംബൂസ വൾഗാരിസിനകത്ത് അതിന്റെ പഴയ ഓൾഡ് ഡീക്കേയിങ് ആയിട്ടുള്ള
വെട്ടിയൊക്കെ കൊണ്ടുപോയിട്ടുള്ളതിനകത്തുനിന്ന് വളരുന്ന ബാംബുവിൽ നിന്ന് വളരുന്ന ഒരിതാണ്. സോ ഇതിനകത്ത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ദാ ഈ നിൽക്കുന്ന ഒരു പനയുണ്ടല്ലോ, വളർന്നു വരുന്ന പനയുടെ ദാ ഈ സ്റ്റെമ്മ് ഇതിനകത്താണ്, കണ്ടോ? ഈ ഒരു ഭാഗം ഇതിനകത്താണ്, അതേപോലെ ഈ ഒരു ഭാഗവും ഇതിനകത്താണ്. അപ്പൊ ഈ പോളിപോറുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ഈ വളരുന്ന ഭാഗത്ത് ഇങ്ങനെയുള്ള ഇതിനടി ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിൽസ് അല്ല, കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങളാണ്. അപ്പൊ അതിനെ നമ്മൾ പോളിപോറസ് എന്നാണ് പറയുന്നത് കോമൺ ആയിട്ട്. അപ്പം ഇത് വളരുന്ന സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിന്റെ ചുറ്റും ഇപ്പൊ എന്തെങ്കിലും ജീവികളാണെങ്കിൽ, ഇപ്പൊ ഒരു ഉറുമ്പ് കിടക്കുകയാണ് എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു ചിലന്തി കിടക്കുവാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ കമ്പുകളോ ഇലകളോ ഒക്കെ കിടക്കുവാണെന്നുണ്ടെങ്കിലും ഇത് അതിനെ കവർ ചെയ്ത് വളരാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. ഇതിവിടെ നോർമലി ഈ സ്റ്റെം ഇങ്ങനെ തന്നെ നിന്നതാ. അപ്പൊ ഈ കാണുന്ന സെർക്കുല എന്ത് ചെയ്തത്, ഇവിടെ നിന്ന് ഇങ്ങനെ ഗ്രോ ചെയ്തിട്ട് ഈ കാണുന്ന സ്റ്റെമ്മിനെ കവർ ചെയ്ത് വളരാനുള്ളൊരു ടെൻഡൻസി ഇത് കാണിക്കും. അതിനെ ഹാപ്റ്റോമോർഫോസിസ് എന്നാണ് നോർമലി പറയുന്നത്. ഇത് അതിന്റെ ഒരു ക്യാരക്ടറാണ്, നോർമലി പോളിപോർ കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് ഇങ്ങനത്തേനകത്ത് കാണത്തില്ല, ഇങ്ങനെ സൈഡ് വൈസ് വളരുന്നതിനകത്ത് മാത്രമേ എങ്ങനെ കാണിക്കത്തുള്ളൂ. ഇങ്ങനെ ഉള്ള ഒരു ടൈപ്പാണ് പാരസൈറ്റിക് ആയിട്ട് വളരുന്ന ഒഫിയോകോർഡിസെപ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു പിക്ചറെ ഞാൻ ഇട്ടിട്ടുള്ളൂ, ഒരുപാട് ടൈപ്പ് ഉണ്ട്. അത് എൻ്റയർലി ഒരു ഡിഫറെന്റ് ടോപ്പിക്ക് തന്നെയാണ്. അരക്കിനെറ്റ്സിൽ വളരുന്നത്, അതായത് സ്പൈഡേഴ്സിൽ വളരുന്നത് മാത്രമുണ്ട്, ആൻസിൽ മാത്രം കോളനൈസ് ചെയ്യുന്നവയുണ്ട്, ചിലത് പല ഇൻസെക്ട്സിലും കോളനൈസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ വൈഡ് റേഞ്ചിലുള്ളതുണ്ട്, ഹോസ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ളതുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ അതിനെ സോംബി ഫംഗസ് എന്നൊക്കെ പറയും, അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ടൈപ്പ് ഫംഗസുകളും ഉണ്ട്, അതറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ ഒഫിയോകോർഡിസെപ്സിന്റെ ഒരു സ്പീഷീസ് ആണ്. കോർഡിസെപ്സ് ഉണ്ട്, കാറ്റർപില്ലേഴ്സ് വളരുന്നവയുണ്ട്, അങ്ങനെ കുറെ ടൈപ്പുകളുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പറയുന്നതാണ് കോമൺ ആയിട്ട്, നമുക്കിപ്പം രണ്ടെണ്ണത്തിന്റെ ഭയങ്കര കൺഫ്യൂഷൻ ഉള്ളൊരു ടൈമാണ് എന്നുണ്ടെങ്കിൽ രണ്ട് മഷ്റൂം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചിലപ്പോൾ ഡീലിമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടർ സ്പോറിന്റെ കളറാണ് എന്നുണ്ടെങ്കിലും ആ സ്പോറിന്റെ പ്രിന്റ് എടുക്കാൻ പറയാറുണ്ട്. ഇതേപോലെ മഷ്റൂമിന്റെ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പോലെ തണ്ട് ഭാഗം ഉണ്ടല്ലോ, ഈ ടൈപ്പ് ഭാഗം എൻറ്റയർലി കട്ട് ചെയ്തിട്ട് ഈ മഷ്റൂമിന്റെ ഈ ഒരു ക്യാപ്പ് ഭാഗം മാത്രം എടുത്തിട്ട് ഇത് തിരിച്ചു വെക്കും. ഇതിപ്പം ആ ഗില്ലുള്ള ഭാഗം മുകളിലോട്ടല്ലേ ഇരിക്കുന്നത്, ഇത് തിരിച്ചു വെച്ചിട്ട് ഒരു ഹാഫ് ഷീറ്റ് എടുത്തിട്ട് ഇവിടെ വൈറ്റ് കളറും ഇവിടെ ബ്ലാക്ക് കളറും ഉള്ള രീതിയിൽ കമഴ്ത്തി വെച്ചിട്ട് നമ്മൾ ഒരു 24 hours ഒക്കെ അടച്ചു വെച്ചിട്ട് നമ്മൾ ഈ സ്പോറ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് വെക്കും. ഈ കാണുന്ന ഓരോ വരകളും ഉണ്ടല്ലോ, ആ ഓരോ വരകളും ഓരോ ഗില്ലുകളാണ്, ഓരോ ഗില്ലിനകത്തുനിന്നും വീണ സ്പോറുകളാണ് ഈ കാണുന്ന ഓരോ ലൈനുകൾ എന്ന് പറയുന്നത്. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിന്റെ കളർ എന്താണെന്നുള്ള, ഓരോ സ്പോറിന്റെ കളർ. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ വൈറ്റ് ആണോ, ക്രീം ആണോ, ബ്രൗൺ ആണോ എന്നൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു ജീനസ് ലെവലിലോ അല്ലെങ്കിൽ സ്പീഷീസ് ലെവലിലോ നമുക്ക് ഓക്കെ ഇതാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അത്രയാണ് ബേസിക്കലി ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത്രത്തോളം അല്ല ഇതിലും ഉണ്ട്, പക്ഷെ ഇത്രയെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന് അറിയണം. ദെൻ എവിടെ നോക്കിയാൽ നമുക്ക് മഷ്റൂമിനെ കിട്ടും, അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ്. മെയിൻ ആയിട്ട് റെയിനി സീസണിൽ, അത് ഫസ്റ്റ് റെയിൻ വരുന്ന സമയത്ത് തന്നെ മാക്സിമം ഇറങ്ങി നോക്കുക, ഒബ്സേർവ് ചെയ്യുക, കിട്ടുന്ന അത്രയും ഇടങ്ങളിൽ നോക്കുക, എല്ലായിടത്തും നോക്കുക. മഷ്റൂം കിട്ടാത്ത ഒരിടവും ഇല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഭയങ്കര ക്ലോസ് ആയിട്ട് പോയി നോക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഫോറസ്റ്റില് നമ്മളുടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾ തൊട്ട് വലിയ വലിയ, നമ്മൾ വിചാരിക്കും വലിയ വലിയ സാധനങ്ങളിൽ മാത്രമേ കിട്ടുള്ളൂ എന്ന്. അല്ല, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നോക്കണം. അതായത് ചെറിയ കിടക്കുന്ന ഒരു കുഞ്ഞു കമ്പിൽ തൊട്ട് കുഞ്ഞൊരു ഇല തൊട്ടിട്ട് എല്ലാത്തിലും നോക്കണം. ഗ്രാസ് ലാൻഡിൽ ഉണ്ടാവും, ഗാർഡനിൽ നോക്കി അവിടെ കാണും, റോഡിന്റെ സൈഡിൽ നോക്കി അവിടെയും കാണും, ചെറിയ സോഗിയായിട്ടുള്ള സോയിൽ നോക്കി അവിടെ കാണും, മാർഷസിൽ കാണും, മറ്റേ ഡങ്ങിൽ കാണും, മാനുവർ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ കാണും, ചെറിയ ഇലകൾ കിടക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ കാണും, ബീച്ചിൽ നോക്കി അവിടെ കാണും, ഡെസേർട്ടിൽ പോയി അവിടെ കാണും, ബിൽഡിങ്സ് ഉണ്ടെങ്കിൽ അവിടെ കാണും, കോൺക്രീറ്റിൽ നോക്കി അവിടെയും കിട്ടും, ബേൺഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ അവിടെയും കാണും, കമ്പോസ്റ്റിൽ കാണും, ട്രീയുടെ ബേസിസിൽ കാണും, ട്രീയുടെ റൂട്ടുകളിൽ കാണും, അതുപോലെ തന്നെ വീട്ടിൽ കാണും, ചില സമയത്ത് ബാത്റൂമിനകത്ത് വരെ ഉണ്ടാവാറുണ്ട്. അണ്ടർലൈങ് ആയിട്ടോ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും വുഡോ കാര്യങ്ങളൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതുവരെ ഉണ്ടാവാറുണ്ട്. അപ്പം ഓൾമോസ്റ്റ് എവിടെ നോക്കണം, എവിടെ
നോക്കിക്കഴിഞ്ഞാൽ ഹിഡൻ ആയിട്ടുള്ളിടത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും മോയ്സ്ചർ തങ്ങി നിൽക്കാൻ പാകത്തിനുള്ള ഏത് ഭാഗത്തും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മഷ്റൂംസ് കാണാനായിട്ട് പറ്റും. അതും ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള മഷ്റൂംസ് തൊട്ടിട്ടുണ്ട്. ദെൻ നമ്മൾ ഫഞ്ചയുടെ കളക്ഷന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫീൽഡിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഈ ഒരു രീതിയിൽ വേണം. ഇപ്പൊ എന്തെങ്കിലും കയ്യിലൊരു നീഡിലോ മാതിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ശകലം മാതിരിയോ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടായിരിക്കണം. നമ്മൾ അതിന് ആ ഒരു സോയിലിനകത്തേക്ക് ഒന്ന് ഇറക്കിയിട്ട് അത് പൊക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും അത് പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ അടിയിലോട്ട് ഞാൻ പറഞ്ഞില്ലേ ബേസിലുള്ള ഫീച്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മിക്സ് ആയിപ്പോകും. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും എടുക്കാനായിട്ട് പാടില്ല. ചില സമയത്ത് ഈ അടിയിൽ ഞാനിപ്പോ പറഞ്ഞില്ലേ കോർഡിസെപ്സ്, ഒപ്പിയോ കോർഡിസെപ്സ് അങ്ങനെയുള്ളതിലാണെന്നുണ്ടെങ്കിൽ അത് വളരുന്നത് കാറ്റർപില്ലറിൽ നിന്നോ മറ്റ് ഇൻസെക്റ്റിന്റെ ഡെഡ് ആയിട്ടുള്ള ബോഡിയിൽ നിന്നോ ആയിരിക്കും. അപ്പം അത് ഈ പറയുന്ന മണ്ണിന് അടിഭാഗത്തായിരിക്കും കാണപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ മേളിൽ നിന്ന് അതിങ്ങനെ ഫ്ലക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഇതിനടിയിലോട്ട് ഉള്ള ആ ബോഡി കിട്ടത്തില്ല. ആ ബോഡി കിട്ടാത്തിടത്തോളം പറയാൻ എപ്പോഴും പറ്റത്തില്ല ഇത് കോർഡിസെപ്സ് തന്നെയായിരുന്നു. കോർഡിസെപ്സിന് മിമിക് ചെയ്യുന്ന പലതും കാണും. അപ്പം അതിന്റെ ബോഡി കിട്ടിയെങ്കിൽ മാത്രമേ ഓക്കെ ഇത് പാരസൈറ്റിക് ആയിട്ടുള്ളതായിരുന്നു കേട്ടോ, ഇത് കോർഡിസെപ്സ് ആയിരുന്നു, ഇത് ഓപ്പിയോ കോർഡിസെപ്സ് ആയിരുന്നു എന്ന് പറയാനായിട്ടെങ്കിലും നമുക്ക് പറ്റത്തുള്ളൂ. സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിന് ചുറ്റുമുള്ള പ്ലാന്റ്സ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ചിലപ്പോ എന്തെങ്കിലും ചിലപ്പോ ഇപ്പൊ പൈൻ ഉണ്ടായിരിക്കാം, ചിലപ്പോ എന്തെങ്കിലും അക്കേഷ്യ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാന്റുകൾ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ നോക്കി വെക്കുക. പലതും മൈക്കോറൈസൽ അസോസിയേഷൻ ഉള്ള, അതായത് ആ പെർട്ടിക്കുലർ ട്രീസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതേ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇത് ഈ ഒരു ജീനസ് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ ഇതേപോലെയുള്ള ബ്രൂയിസിങ് ആയിട്ടുള്ള റിയാക്ഷൻ, എന്തെങ്കിലും ഒരു കളർ ചേഞ്ച് തൊട്ടപ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് ഒന്ന് ചുരണ്ടി വല്ല ഒന്ന് ജസ്റ്റ് നോക്കുക. എന്തെങ്കിലും കളർ ചേഞ്ചുകൾ ഉണ്ടോ എന്നുള്ളത് നോട്ട് ചെയ്യുക. ക്യാപ്പിലും അതുപോലെ ഗിൽസിലും സ്റ്റൈപ്പിലും ഉണ്ടോ എന്നുള്ളത് നോട്ട് ചെയ്യുക. അതുപോലെ ഇതാ കണ്ടില്ല, ഞാൻ ഇച്ചുമ്പ് പറഞ്ഞില്ല ഇങ്ങനെ മുട്ട പോലെ ഇരിക്കുന്നതിനകത്തുനിന്ന് ഇങ്ങനെ പൊട്ടി വരുമ്പോഴാണ് ഇതിന്റെ ഈ ഭാഗത്ത് ഈ ക്യാപ്പില് ഇങ്ങനെയുള്ള കുത്തുകൾ ഇങ്ങനെ വരുന്നത്, അടിയിൽ ഈ മോൾവ കിട്ടുന്നത്. അപ്പം ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ സ്റ്റേജസ് നോക്കുക. ഈ മുട്ടയുള്ള അതായത് ഈ ഒരു എഗ് ഫോമിൽ കിട്ടും, ഈ ഒരു ഫോമിൽ കുറച്ചുകൂടി യങ് ഫോമിൽ കിട്ടും, അതിനേക്കാളും കുറച്ചുകൂടി മെച്ചുറായിട്ട്. ഇവിടെ കണ്ടില്ലേ ഈ ഒരു ആനുലസ് ഫോം ചെയ്തിട്ടില്ല, പക്ഷെ ഇവിടേക്ക് വന്നപ്പോൾ കണ്ടില്ലേ ഈ ക്യാപ്പ് കുറച്ചുകൂടെ വിരിഞ്ഞപ്പം ഈ ഭാഗത്തുനിന്ന് വിട്ടിട്ട് ഈ ഒരു ആനുലസ് ഫോം ചെയ്തിട്ടുണ്ട്. ഇത് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി മെച്ചുർ ആയിട്ടുള്ള ഒരു ഫോം ഉണ്ട്. അപ്പൊ ഇവിടെ സ്പോർട്സ് ഒക്കെ ഫോം ചെയ്തിട്ടുള്ള ഒരു ഇതിലാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ പല ഫ്രൂട്ടിംഗ് സ്റ്റേജസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ മാക്സിമം നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ കളക്ഷൻ എപ്പോഴും ഐഡന്റിഫിക്കേഷൻ അയക്കുന്ന സമയത്താണെങ്കിൽ ഏതാണോ സബ്സ്ട്രേറ്റ് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിലും ശരി അതിന്റെ ഫോട്ടോ മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. കാരണം നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഓക്കെ ഇത് സോയിലല്ലേ, പക്ഷെ നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കും ഓക്കെ ഇത് സോയിൽ ഇൻഹാബിറ്റിംഗ് ആയിരിക്കത്തില്ല, അത് ചിലപ്പോൾ വുഡ് ഇൻഹാബിറ്റിംഗ് ആയിരിക്കും. അപ്പൊ നമ്മൾ കൺക്ലൂഡ് ചെയ്യും ഓക്കെ ഇത് സോയിലല്ല, ഈ സോയിലിനടിയിൽ ഉള്ള ചിലപ്പോൾ ടെർമൈറ്റ് മൗണ്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും, ചിലപ്പോൾ വുഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ സൈഡ് വ്യൂവിലുള്ള ഒരു ഫോട്ടോ മസ്റ്റ് ആണ് എപ്പോഴും. ഇനി പോളിപോർസ് ഏറ്റവും കൂടുതൽ എനിക്ക് പ്രശ്നം ഉണ്ടാവുന്ന ഒരു സാധനമാണ് പോളിപോർസ് ഐഡന്റിഫൈ ചെയ്യുന്നതിൽ ഫോട്ടോ അയക്കുന്നത്. ഇപ്പൊ ഞാൻ ഇത്തിരി മുമ്പ് പറഞ്ഞില്ലേ ഈ സാധനം സെർപ്പുലയുടെ കാര്യം. അപ്പൊ ഇത് ഇങ്ങനെ അയക്കുമ്പോൾ ഇതേപോലെ ഫോട്ടോ എനിക്ക് വരാറുണ്ട്, ഇതേപോലെയും ഫോട്ടോ വരാറുണ്ട്. ഇതേപോലെ ഈ മേളത്തെയും താഴത്തെ ലെഫ്റ്റ് സൈഡ് മാത്രം നോക്കുക. ലെഫ്റ്റ് സൈഡിലെ മുകളിലെയും താഴത്തെയും ഫോട്ടോ എനിക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കിത് സെർക്കുലയാണെന്നോ അല്ലെങ്കിൽ ഗൈറോഡോണ്ടിയോ ആണെന്നോ അങ്ങനെ പല ഗസ്സുകളും എനിക്ക് പറയാൻ പറ്റും. പക്ഷെ ഈ റൈറ്റ് സൈഡിലുള്ളതുപോലെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ അടിഭാഗത്തെ ഫോട്ടോയാണ് ഈ റൈറ്റ് സൈഡിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇതേപോലത്തെ ഫോട്ടോ വന്നെങ്കിൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ ഇത് ഇന്നതാണ് എന്നെങ്കിലും എനിക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം ഈ പോളിപോറുകൾക്ക് അല്ലെങ്കിൽ ഇതിന് പോറസ് ആയിട്ടുള്ള അടിഭാഗം ഉള്ളതിനുണ്ട്. അപ്പൊ ഫോട്ടോ എടുക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും അതിനൊരു ലെൻസ് വേണം. ലെൻസ് ഇല്ലാതെ ഈ സാധനം എടുക്കാൻ പറ്റില്ല. ലെൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഇത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏതാ, ബാംബു ആണെങ്കിൽ അത് ഏത് വുഡാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, സബ്സ്ട്രേറ്റ് ഏതാണ്, അതെല്ലാം മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്തിരിക്കണം.
കണ്ടില്ലേ, ഇതിൽ വേറെ ഇൻഫെക്ഷൻ വരുന്നുണ്ട്. സെക്കൻഡറി ഇൻഫെക്ഷൻ ആണ് ഈ മോൾഡ് വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള പാറ്റേൺ, ഇത് മിറലോയിഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് കാണുന്നത്. അപ്പൊ ആ രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി മറ്റ് ഗിൽഡ് മഷ്റൂം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് പ്ലൂറോട്ടസിന്റെ ഒരു സ്പീഷീസ് ആണ്. ഇത് എഡിബിൾ ആയിട്ടുള്ള സ്പീഷീസ് ആണ്. അപ്പം ഇതിൽ കണ്ടില്ലേ കളർ വേരിയേഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് ഇതിന്റെ ക്യാപ്പ് കാണാം, കണ്ടില്ലേ ഇവിടെ ക്യാപ്പ് ഉണ്ട്. ഇതില് ഗിൽസിന്റെ ക്ലോസ് വ്യൂ ഉണ്ട്, കണ്ടോ, ഗിൽസിന്റെ ക്ലോസ് വ്യൂ ഉണ്ട്. സ്റ്റൈപ്പ് കൂടെ ചേർന്നിട്ടുള്ള കംപ്ലീറ്റ് ഭാഗമുണ്ട്. അപ്പൊ എനിക്ക് ഇതിന്റെ കംപ്ലീറ്റ് ഒരു മോർഫോളജി മനസ്സിലാക്കാനായിട്ടുള്ളത് കിട്ടും. ഇത് കൂടാതെ ഇതുണ്ട്, ഹാബിറ്റാറ്റിന്റെ ഷോട്ട് ഉണ്ട്, എവിടെയാ നിന്നതെന്നുള്ള ഷോട്ടും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില സമയത്ത് ഇതുപോലെ ഇതിന്റെ സ്റ്റൈപ്പിൽ നോക്കി ഒരു വെള്ളത്തുള്ളി പോലെ ഉണ്ടല്ലോ, അത് അതിന്റെ മ്യൂസിലേജ്നെസ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഇത് റോറിഡോമൈസസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ജീനസ് ആണ്. അപ്പൊ അങ്ങനെയുള്ളതിനകത്ത് നമ്മൾ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് മിസ് ചെയ്യാനായിട്ട് പാടില്ല. അതിന്റെ ഒരു ക്യാരക്ടറാണത്. അതുപോലെ തന്നെ ഈ ഗിൽഡ് ആയിട്ടുള്ള മഷ്റൂംസ് എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ കോയിനോ സ്കെയിലോ എന്തെങ്കിലും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾക്ക് കണ്ട് പരിചയമുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. കാരണം ഇതിന് സൈസ് അറിയാൻ വേണ്ടിയിട്ടാണ്, എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ ഹാബിറ്റിൽ നിൽക്കുന്നത് പറഞ്ഞില്ലേ, എവിടെയാണ് നിൽക്കുന്നത്, ഏത് ഹാബിറ്റാറ്റിലാണ് നിൽക്കുന്നത്, ആ ഹാബിറ്റാറ്റിന്റെ ഷോട്ട് ഇത് വേണം. കണ്ടില്ലേ, ഇതാണ് അംബോണൈറ്റ് ആയിട്ട് നിൽക്കുന്നത്, മുകളിലൊരു കൊട മാതിരി നിൽക്കുന്ന ടെർമിറ്റോമൈസസ് ആണിത്. അതുപോലെ ഇത് ഒരു മഷ്റൂമിന്റെ ഫോട്ടോ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് കണ്ടില്ലേ, ഇവിടെ നമുക്ക് ആ ഗിൽസിന്റെ എൻറ്റയർ ആയിട്ടുള്ള ഷോട്ടും കിട്ടും. ഇവിടെ കണ്ടില്ലേ, ഗിൽസിന് അവിടത്തേക്ക് ഈ സ്റ്റൈപ്പ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയ നമുക്ക് കിട്ടും. പിന്നെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇതൊരു എൻറ്റയർ ആയിട്ട് കുറച്ച് മഷ്റൂം നിൽക്കുന്ന ഒരു ഏരിയ ആണ്. ഈ കാണുന്ന കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് സ്പോർ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്, സ്പോർ എല്ലാം വീണ് കിടക്കുന്ന ഒരു ഇതാണ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക ഇതിന്റെ സ്പോറിന്റെ കളർ എന്താണെന്ന് ഉള്ളത്. പിന്നെ ചില അസ്കോമൈസെറ്റ് മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്. ഇത് അനുലോ ഹൈപ്പോസൈഡോൺ എന്ന് പറയുന്നതാണ്. അപ്പൊ അതിന്റെ ഇങ്ങനത്തെ വ്യൂ എടുക്കുക, അതുപോലെ ക്ലോസ് ആയിട്ടുള്ള വ്യൂസും എടുക്കാനായിട്ട് നോക്കാം. പിന്നുള്ളതാണ് ഇത് ഇതേപോലെയുള്ള ഇങ്ങനെ ഈ ഒരു രീതിയിൽ കാണപ്പെടുന്ന പോളിപ്പോറുകൾ ഉണ്ട്. അത് കുറച്ച് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കും, ബാക്കിയുള്ളത് ഇങ്ങനെ വെളിയിലേക്ക് നിൽക്കുന്ന ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നിൽക്കും. അതിൽ ഇങ്ങനെ അടുത്ത് ഉള്ള രീതിയിലുള്ള ഫോട്ടോസും നമുക്ക് കിട്ടണം, എന്നാലേ ഐഡന്റിഫിക്കേഷന് പറ്റുള്ളൂ. അത്രയാണ് ഐഡന്റിഫിക്കേഷനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ബേസിക് നോളജ് കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഫോണോഗ്രഫിയെ ബേസ് ചെയ്തിട്ട്. ഇനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇതൊക്കെ പറഞ്ഞു നോക്കാം. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന കൂണുകൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. ഇപ്പൊ ബട്ടൺ മഷ്റൂം അങ്ങനെയൊക്കെ ഉള്ളത് വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ പലയിടങ്ങളിലും വലിയ വലിയ മാർക്കറ്റാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരു മഷ്റൂം ആണ്, അല്ലെങ്കിൽ ഒരു കൂണ്, ഒരു മൈക്രോഫഞ്ചയാണ്. ആസ്ട്രേസ് ഹൈഗ്രോമെട്രിക്കസ് എന്ന് പറയുന്നത്. ഇത് ഫീൽഡിൽ എങ്ങനെയാണോ കാണുന്നത് അതിന്റെ ഒരു ഫോട്ടോയാണ്. ഇതെന്ന് പറയുന്നത് അതിന്റെ ഒരു നമ്മൾ എഗ്ഗ് പോലെ, നമ്മളുടെ ഈ ഒരു കൂർക്കയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു ഫോമുല ഉള്ള സമയത്ത് ഇത് വിരിയുന്നതിന് മുമ്പുള്ള ഈ ഒരു നമ്മൾ പറയില്ലേ എഫ് സ്റ്റാർ എന്ന് പറയുന്ന ആ ഫോമിലേക്ക് ആവുന്നതിന് മുമ്പ് ഈ ചുറ്റുമുള്ള ഇത്രയും ഭാഗം ഇങ്ങനെ പൊട്ടി മാറുന്നതിന് മുമ്പുള്ള ഫോമാണ് ഈ കാണുന്നത്. ഇത് ലോക്കൽ മാർക്കറ്റിൽ വിൽക്കുന്ന ഇമേജസ് ആണ്, മീൻസ് അവരിത് കഴിക്കുന്നതാണ്. ഈ ഒരു ഫോം ആയി കഴിഞ്ഞാൽ ഇത് ഉപയോഗശൂന്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇവരെന്ത് ചെയ്യും, ഇവരിത് തപ്പി നടക്കും. ഇത് മധ്യപ്രദേശ് അതുപോലെയുള്ളിടത്തൊക്കെ ഇത് വിൽക്കാറുണ്ട്. അപ്പൊ അവര് കണ്ടുപിടിച്ചിട്ട് ഇതേപോലെ മാർക്കറ്റിൽ നല്ല വിലയ്ക്ക് വിൽക്കും. അത് അവരുടെ ഒരു ലൈഫ് എക്കണോമിക്കൽ ഇതാണ്, പെർസ്പെക്റ്റീവ് ആണ്. ഇത് ടെർമിറ്റോമൈസസ് ആണ്, ഇഷ്ടംപോലെ ഇങ്ങനെ ഫീൽഡിൽ ഉണ്ടായി നിൽക്കുന്നതാണ്. ഇതും നമ്മളുടെ ആവശ്യത്തിനും എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഫീൽഡിൽ ഒരുപാട് എടുത്ത് വിൽക്കുന്നതുണ്ട് കേട്ടോ. അതുപോലെ ടെർമിറ്റോമൈസസിന്റെ ഒരുപാട് സ്പീഷീസ് കർണാടക അതുപോലെ ഉള്ളിടത്തൊക്കെ ഒരുപാട് വിൽക്കാറുണ്ട്. പിന്നെ ഇത് നമ്മൾ എപ്പോഴും ഐഡന്റിഫിക്കേഷന് വരുന്ന ഒരു സാധനമാണ് ഷൈസോഫില്ലം കമ്മ്യൂ അല്ലെ, എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഷൈസോഫില്ലം കമ്മ്യൂണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഷില്ലോങ്ങിലെ മാർക്കറ്റിൽ നല്ല ഉണക്കിയിട്ട് വിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. അവർ നന്നായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളിത് യൂസ് ചെയ്യുന്നില്ല. ഇവിടെ ഷൈസോഫില്ലത്തിന്റെ ഇതിൽ ഭയങ്കര അലർജിക് ആയിട്ടുള്ള കേസുകളുണ്ട്. ഇമ്മ്യൂണിറ്റി കുറവുള്ളവരുടെ കേസുകളിൽ ഇത് നല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ അത് എല്ലാവർക്കും സ്യൂട്ടബിൾ അല്ല. എല്ലാ മഷ്റൂമും അങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും സ്യൂട്ടബിൾ അല്ല. പിന്നെ ഇത് മോശമല്ല എന്ന് പറഞ്ഞിട്ട് നല്ല ഡെലിക്കസി ആയിട്ടുള്ള ഒരു മഷ്റൂമാണ്, നല്ല വിലയുമുണ്ട്.
ഇത് അതിങ്ങനെ അതിന്റെ ഒരു മാല കുറെ കിട്ടിയത് ഒരു കുട്ടി മാലയായിട്ട് ഇങ്ങനെ ഇട്ടേക്കുന്നതിന്റെ ഒരു ഫോട്ടോയാണ്. അതുപോലെ റൈറ്റ് സൈഡിൽ കാണുന്ന ഇനോനോട്ടസ് പാച്ചിഫ്ലേസ് എന്ന് പറയുന്ന ഒരു മഷ്റൂം, ഒരു മൈക്രോഫഞ്ചിയാണ്. അതിന്റെ സൈസ് നോക്കി എത്രമാത്രം അത് വലുതാവാന്നുള്ളത്, മീൻസ് അൺനോട്ടീസ്ഡ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരുപാട് വലുതാവും. കാട്ടിലൊക്കെ നമ്മൾ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് വലിയതായിട്ട് നമുക്ക് പലതും കാണാനായിട്ട് പറ്റും, നല്ല സൈസിൽ കാണാനായിട്ട് പറ്റും. അതുപോലെ വേറൊരു ഡെലിക്കസിയാണ് ലേറ്റിയോപോറസ് സൾഫ്യൂരിയസ് എന്ന് പറയുന്നത്. ചിക്കൻ ഓഫ് ദി വുഡ്സ് എന്ന് പറയും. നല്ല ടേസ്റ്റ് കഴിക്കാൻ പറ്റുന്ന ഒരെണ്ണം തന്നെയാണ്. ഐഡന്റിഫിക്കേഷൻ തെറ്റിപ്പോയാൽ പണി കിട്ടും. പിന്നെ നമ്മൾ കോമൺ ആയിട്ടൊക്കെ നമ്മൾ ഇവിടെ കാണാറുള്ളതാണ് മൈക്രോപോറസ് ആന്ത്രോപസ്, ഹെക്സഗോണിയ ടെന്യൂയിസ് എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം തന്നെ നമുക്ക് ഈ പറയുന്ന പോളിപോർസ് ഓൾമോസ്റ്റ് പലതും നമുക്ക് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് പലയിടങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വെളിയിലൊക്കെ ഒത്തിരി ഡെക്കറേറ്റീവ് ഐറ്റംസ് ആയിട്ട് കോട്ട് ചെയ്തിട്ടൊക്കെ ഇതുപോലെ യൂസ് ചെയ്യുന്നുണ്ട്. പെയിന്റ് ഒക്കെ ചെയ്ത് വാർണിഷ് ഒക്കെ അടിച്ച് ഇതേപോലെ കീപ്പ് ചെയ്യാറുണ്ട്. അത് നമ്മൾക്ക് നോർമലി നമ്മളുടെ ഈ പറയുന്ന മഷ്റൂമുകൾക്ക് പറ്റത്തില്ല. അത് ഈ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള മഷ്റൂമുകൾക്ക് അല്ലെങ്കിൽ മാക്രോഫഞ്ചയ്ക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. പിന്നുള്ളതാണ് ഈ പറയുന്ന ടെർമിറ്റോമൈസിസ്. അതിന്റെ ആ ഒരു ലെങ്ത് ഉണ്ട്, അത് നല്ല ലെങ്ത്തിലാണ് അതിന്റെ ആ ഒരു സ്യൂഡോറൈസ എന്ന് പറയുന്നത്, അതിന്റെ ആ ഒരു റൂട്ട് മാത്രമുള്ള ഭാഗം വരുന്നത്. ഇത് ഒരുപാട് കിട്ടുന്ന സമയത്ത് അവർ നന്നായിട്ട് ഇത് അവരുടെ ഒരു ഏർണിംഗ് ആണ്. ശരിക്കും ലോക്കൽ മാർക്കറ്റിൽ നന്നായിട്ട് അവരിത് വിൽക്കാറുണ്ട്. ഡ്രൈ ചെയ്തും ഫ്രഷ് ആയിട്ടും ഒക്കെ വിൽക്കാറുണ്ട്. ഇത് ഫോമിൻറ്റാറേസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണ്. ഇതും ഈ പറഞ്ഞതുപോലെ നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് ടെർമിറ്റോമൈസിസ് മൈക്രോകാർപ്പസ് ആണ്. പലയിടത്തും ഇത് ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ടെർമൈറ്റുമായിട്ട് അല്ലെങ്കിൽ ചിതൽക്കുറ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ഇത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യാറുണ്ട്, അവിടെ വർഷിപ്പ് ചെയ്യാറുണ്ട്. മെയിനായിട്ട് നമ്മൾ സാധനം നശിച്ചു പോകാതിരിക്കാൻ ഏറ്റവും എളുപ്പ വഴി എന്താ, അവിടെ ഒരു പൂജ സംഭവമാക്കി മാറ്റാം. അപ്പൊ അങ്ങനെ പൂജിക്കുന്ന ഇടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ ഇങ്ങനെ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പൂജിക്കുന്ന ഇടമാക്കി ലൊക്കാലിറ്റിയിൽ ആളുകൾ സംരക്ഷിക്കാറുണ്ട്. പിന്നെ ഉള്ളതാണ് ഫെയറി റിംഗ് എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഫെയറി റിംഗ് പറയുന്നത് മരാസ്മിയസ് ഒറിയേഡസിന്റെ ഒരു റിംഗ് ആണ്. ഇതിനെപ്പറ്റി ഒരുപാട് വെസ്റ്റേൺ ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. ഫെയറി റിംഗിനകത്ത് കയറിയ ബാഡൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ട്. സാധാരണ ഈ രീതിയിൽ ഫെയറി റിംഗായിട്ട് തന്നെയാണ് ഇത്. അതൊരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഈ ഒരു രീതിയിൽ അത് ഉണ്ടാവുക എന്ന് പറയുന്നത്. പിന്നെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതാണ് ഈ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു മഷ്റൂം ഡ്രൈയിങ് ആണ്. താഴെ ചൂട് കൊടുത്തിട്ട് മുകളിൽ വെച്ചിട്ട് അത് ഉണക്കിയെടുക്കുന്ന ഒരു രീതി. പിന്നെ ഇത് പെല്ലിനസ് ലൈനീറ്റസ് ലിൻറ്റിയസ് എന്ന് പറയുന്നത് ഇതൊരു എയർപോർട്ടിൽ ഉള്ള ഒരു ഫോട്ടോയാണ്. അതിന് നല്ല റേറ്റിനാണ് അവരത് വിൽക്കാൻ വെച്ചത്. മീൻസ് ഇറ്റ് ഈസ് ഇൻ ലാക്സ്. ആന്റി ക്യാൻസറസ് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ഇതാണ് എന്ന് പറഞ്ഞിട്ടാണ് അവര് അത് വിൽക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് എയർപോർട്ടിന്റെ ഇതിലാണ് വിൽക്കാൻ വെച്ചിട്ടുള്ളത്. ദെൻ ഇത് ഗ്യാനോഡർമ ലൂസിഡമാണ്. ഏറ്റവും കൂടുതൽ അത് കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നത് ചൈന പോലെയുള്ള ഇടത്താണ്. ഇത് അതിന്റെ കൾട്ടിവേഷൻ ആണ്. റൈറ്റ് സൈഡിൽ കാണുന്നത് അതിന്റെ കൾട്ടിവേഷൻ ഏരിയ ആണ് കാണുന്നത്. ആൻഡ് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു അഖില. നമുക്ക് കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റ് ഇന്ററാക്ഷൻ ഉള്ള ഒരു സമയമാണ്. അതുകൊണ്ട് കുറച്ചാളുകൾ അധികം നമുക്ക് സമയമില്ലാത്തതിന്റെ ഒരു പരിമിതിയുണ്ട്. അപ്പോൾ കുറച്ചാളുകൾക്ക് ചോദിക്കാം. ഹലോ ഹലോ ഹലോ. അഖില, നല്ല പ്രസന്റേഷൻ ആയിരുന്നു, ഇൻഫോർമേറ്റീവ് ആയിരുന്നു. എൻ്റെ പേര് അനൂജ് എന്നാണ്. ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്നു. എൻ്റെ ഡൗട്ട്, നമ്മുടെ ഈ ഇൻസെക്ട്സിൽ വരുന്ന കോർഡിസെപ്സ് ഉണ്ടല്ലോ, ഇൻസെക്ട്സിനകത്ത് വരുന്ന കോർഡിസെപ്സ് എന്ന് പറയുന്ന ഫംഗസ് ഉണ്ടല്ലോ, കോർഡിസെപ്സ്, അത് നമുക്ക് അതെങ്ങനെയാണ് അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? അതിന്റെ ഒരു പ്രശംസ ഉണ്ടോ നമുക്ക് ഇവിടെ കേരളത്തിലെ കാടുകളിൽ? അതിനൊരു കമേഴ്ഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ടോ ഇവിടെ? നമുക്ക് കൊമേഴ്ഷ്യലായിട്ട് നമുക്ക് ഇതുവരെ നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമുക്കിവിടെ ഡോക്യുമെന്റേഷൻ കുറവാണ്. ആക്ച്വലി നടക്കുന്നത് നമുക്ക് കൂടുതൽ ആക്ച്വലി ചെയ്യാനുണ്ട്. ഇവിടെ കുറവാണ് നടക്കുന്നത്. കോർഡിസെപ്സിന്റെ മാത്രമല്ല, ഒരുപാട്
സെയിം ഇതേപോലെ ഇൻസെക്ട് പാരസൈറ്റിക് ആയിട്ടുള്ള കുറെ ജീനസ് ഉണ്ട് ബൊവേറിയ. നമുക്കത് ശരിക്കും വേണമെങ്കിൽ ഇപ്പം ഇൻസെക്റ്റിനൊക്കെ, അതായത് ഇപ്പൊ വേറെ ജീവികളെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് നല്ല നല്ല രീതിയിൽ അങ്ങനെ പറ്റുന്നതാണ്. നമുക്കിപ്പം വേറെ എന്തെങ്കിലും അറ്റാക്കിംഗ് ആയിട്ട് ഇപ്പം അഗ്രികൾച്ചറൽ ബേസ്ഡ് ആയിട്ടും അങ്ങനെ പതോജനിക് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ആ ഒരു രീതിയിൽ ആപ്ലിക്കേഷൻ നോക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ അത്രയും നമുക്കിപ്പം ഡോക്യുമെന്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ, അതിലൊന്ന് സ്റ്റാർട്ട് ചെയ്തൊക്കെ വരുന്നതേ ഉള്ളൂ. പക്ഷെ ഇവിടെ നല്ല എന്താണ് ഡൈവേഴ്സിറ്റി നന്നായിട്ടുള്ള റീജിയൻ ആണ് വെസ്റ്റേൺ ഘട്ട്, നന്നായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു അഖില. താങ്ക്സ്. അഖില, കുഞ്ഞിക്കണ്ണൻ. ഹലോ. ഹലോ, ഞാന് കുഞ്ഞിക്കണ്ണനാണ്. ഇവിടെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഉദയനൂരിന്റെ അടുത്തു നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ IFGTBയിൽ ആണ് വർക്ക് ചെയ്തത്, കോയമ്പത്തൂര്. അവിടെ ഒരു റോഡില്, ഞങ്ങളുടെ ക്യാമ്പസില് റോഡ് ഡ്രൈ ആയിട്ടുള്ള ഒരു സമയത്ത് ഒരു മഷ്റൂം, ഭയങ്കര ഒരു റഫ് ആയിട്ടുള്ള ഒരുപാട് സ്പൈനി ടൈപ്പിലുള്ള ഒരു മഷ്റൂം ആ റോഡ് പൊട്ടിച്ച് പുറത്തു വന്നു. അപ്പൊ അതിന്റെ ഫോട്ടോ കയ്യിലുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും മഷ്റൂംസ് കണ്ടിട്ടുണ്ടോ? റോഡ്, ടാറിട്ട റോഡ് തന്നെ പൊട്ടിച്ച് പുറത്തു വരുമായിരുന്നു ഡ്രൈ ആയിട്ടുള്ള സമയത്ത്. ഞാനത് എവിടെയോ കണ്ടിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. ഓക്കെ. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്തോ? എനിക്കത് ഓർക്കുന്നില്ല, എനിക്ക് തോന്നി കുറെ നാളായി അത് അയച്ചിട്ട്. എനിക്ക് തോന്നി എവിടെയോ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു, അന്നത് ഐഡന്റിഫൈ ചെയ്തതായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. അതാരും എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. സാർ ഒന്നൊരു അയച്ചുവാണെങ്കിൽ ഞാനത് നോക്കാം. അങ്ങനെ ഉണ്ട്, പല രീതിയിലും അതിന് ഭയങ്കര പവറാണ് ആക്ച്വലി. പല രീതിയിലും അതിന് നമ്മൾ വിചാരിക്കും ഇപ്പം എങ്ങനെ അത് കോൺക്രീറ്റിൽ എങ്ങനെ ഉണ്ടാകും, അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊരു ഗ്യാപ്പ് കിട്ടിയാലും അതിന് നല്ല പവറിൽ അതിനിടയിൽ നിന്ന് വരാനായിട്ടൊക്കെ പറ്റും ആക്ച്വലി. ഓക്കെ. എന്റെ ഒരു സ്കോളർ ഇതേപോലെ മാക്രോഫഞ്ചിയുടെ ഡൈവേഴ്സിറ്റി സ്റ്റഡി അഗസ്ത്യമല റീജിയനിൽ കോടനാട് സ്റ്റേറ്റിന്റെ അടുത്ത് അക്ഷയ അറിയാവോ? അക്ഷയ, അത് അക്ഷയക്ക് ഞാൻ അയച്ചു കൊടുത്തിരുന്നു. അതും അവളൊന്ന് ട്രൈ ചെയ്തു, കണ്ടെത്താൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്, പക്ഷെ എനിക്കിപ്പോ അത് ഓർമ്മയില്ല, കുറെ നാളായില്ലേ അത്. ഞാൻ ഒരു ഫംഗസ് എക്സ്പെർട്ട് അല്ല, പക്ഷെ എന്നാലും ഒരു നാച്ചുറൽ കാണുന്നതൊക്കെ നോട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് സാറിന്റെ പേര് കേട്ടപ്പോ എനിക്ക് ഞാൻ സത്യം പറഞ്ഞ് ഓർത്തു, അക്ഷയുടെ അത് കാര്യം ഞാൻ ഓർത്തു. അത് തന്നെയാണോന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതെ. അപ്പോ ഞാൻ അയച്ചു തരാം, ഒരു മെയിലോ അല്ലെങ്കിൽ ഒന്ന് അയച്ചു കൊടുത്തേ. കുഞ്ഞിക്കണ്ണൻ അടുത്ത ആഴ്ചയിൽ നമ്മുടെ വെബിനാറിന് സംസാരിക്കുന്നത്. ഓക്കെ, വളരെ വളരെ നല്ല പ്രസന്റേഷൻ ആണ്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സർ. ഹലോ, സുശാന്താണ്, ആർലം സാങ്ച്വറിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മള് ഒരു കൂണ് കണ്ടു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് സൈറ്റിംഗ് തന്നെ എഡിബിൾ ആണോ അല്ല എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിട്ട് പറ്റുമോ? നമുക്ക് പറ്റില്ല സർ, കാരണം എഡിബിലിറ്റി നമ്മൾ പറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഷുവർ ആയിരിക്കണം. അതായത് നമ്മൾ പലപ്പോഴും പറയുന്നത്, നമ്മള് കുറെ മിത്സ് കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ സിൽവർ സ്പൂൺ ഇട്ട് അറിയാം, അല്ലെങ്കിൽ ചിലപ്പം ഓരോ അങ്ങനെ കുറെ മിത്തുകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അറിയാനായിട്ട് പറ്റത്തില്ല. ആക്ച്വലി ഒരെണ്ണത്തിന്റെ മഷ്റൂമിന്റെ സ്പീഷീസ് ലെവൽ വരെ അറിയാമെങ്കിൽ മാത്രമേ നമുക്കത് എഡിബിൾ ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. കൺഫർമേഷൻ, അതായത് 99.9% ഉറപ്പുണ്ടെങ്കിലും ബാക്കി 0.1% അവിടെ ലെഫ്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയും വെൻ ഇൻ ഡൗട്ട് ത്രോ ഇറ്റ് ഔട്ട്. നമ്മൾ എപ്പോഴും അത് പറയും. അത്രയെങ്കിലും ചാൻസ് അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യാൻ ഒരിക്കലും നിൽക്കാനായിട്ടേ പാടില്ല. നമ്മൾ അത്ര ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യാവൂ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഏറ്റവും ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് സ്പീഷീസ് ലെവൽ വരെ കൺഫേം ചെയ്ത
ഒരു സാധനമാണ്, നമുക്ക് അതിൽ അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത് എഡിബിൾ ആണെന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഈ ടെർമിറ്റോമൈസിറ്റ്സ് ഒക്കെ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫീച്ചേഴ്സ് അത്ര പ്രൊമിനന്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓക്കെ ഇത് കഴിക്കാമെന്ന്. പക്ഷെ അതല്ലാതെ ഒരുപാട് ഇപ്പൊ ഈ റീസെന്റ് ആയിട്ടും നമുക്ക് പല കേസസും വന്നു ഇങ്ങനെ മഷ്റൂം പോയിസണിങ് ആയിട്ട്. നമ്മൾ നോക്കുമ്പോഴെല്ലാം ഈ പറയുന്ന ലുക്കലൈക്സ് ആണ്, ഒരുപോലെ ഇരിക്കും. അതായത് ഈ മഷ്റൂമിന്റെ ഒരു പ്രശ്നം അതാണ്, ക്രിപ്റ്റിക് ആണ്. നോക്കിക്കഴിഞ്ഞാല് ഒരേപോലെ ഇരിക്കും. അപ്പൊ ആളുകൾ വിചാരിക്കും ഓക്കെ ഇതാണല്ലോ ഞാൻ അന്ന് കഴിച്ചത് എന്ന് വിചാരിച്ചിട്ട് മറ്റേ സാധനവും എടുത്ത് കഴിക്കും. അതാണ് പ്രശ്നം. അപ്പൊ നമ്മൾ ഒരിക്കലും ഈ മോർഫോളജി വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിക്കാനായിട്ട് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതാണ് സത്യം. ഓക്കെ, ഈ ഇതിന്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒരു ക്രീമി ടൈപ്പ് വരും, ഇങ്ങനെ ഒരു പാട പോലെ വരുന്ന അത് നോക്കിയിട്ട് അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് കഴിക്കാൻ പറ്റുവാണെന്ന് മുമ്പേ ഒരു ക്ലാസ്സിൽ കേട്ടിരുന്നു. അതുകൊണ്ട് അത് അതിലെന്തെങ്കിലും ഫാക്ട് ഉണ്ടോ? ഇല്ല, നമുക്ക് അങ്ങനെ പറയാൻ ഒക്കത്തില്ല. നേരത്തെ ഞാൻ അങ്ങനെ ഇവിടെ ഞാനും ഈ പറഞ്ഞത് കേട്ടു, മ്യൂക്കസ് ഉണ്ടെങ്കിൽ കഴിക്കാം, അങ്ങനെ ഇല്ല. നമുക്ക് അങ്ങനെ ഒന്നും പറയാൻ ഒക്കത്തില്ല. അത് ചില ഫീച്ചേഴ്സ് മാത്രമാണ്. അത് അങ്ങനെ ഉള്ളത് പോയിസണസ് ആയിട്ടുള്ളതും ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു. നല്ല പ്രസന്റേഷൻ ആയിരുന്നു, നല്ല കുറെ അറിവ് കിട്ടി. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു. നമ്മുടെ ഈ മനുഷ്യരുടെ ദേഹത്ത് അറ്റാക്ക് ചെയ്യുന്ന ഫംഗസ് ഉണ്ടോ? കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോവിഡിന്റെ സമയത്ത് ഈ ബ്ലാക്ക് ഫംഗസ് കൊണ്ടത് കണ്ണ് ഒക്കെ എടുത്ത് മാറ്റേണ്ട സ്ഥിതി വന്നിരുന്നു. അതേ സമയത്ത് തന്നെ എൻ്റെ കാറിൽ ആക്സിഡന്റ് ഉണ്ടായപ്പം ആന്റിബയോട്ടിക്സ് ധാരാളം തന്നു. അപ്പം ഡോക്ടർ പറഞ്ഞിരുന്നു ഈ ആന്റിബയോട്ടിക്സ് ഉള്ള കാരണം ബാക്ടീരിയ വരില്ലായിരിക്കും, പക്ഷെ ഫംഗസ് അറ്റാക്ക് വരാം, അങ്ങനെ വന്നാൽ അത് വലിയ ഇഷ്യൂ ആകുന്നവർ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പഠനങ്ങൾ മാഡം നടത്തിയിട്ടുണ്ടോ? ഫംഗസ് എന്ന് പറയുമ്പം സർ ഉണ്ട്. ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ട്. അത് മെഡിക്കൽ മൈക്കോളജിയാണ് ആക്ച്വലി. നമുക്കിപ്പം നമ്മളുടെ ഈ ഒരു ആസ്പെക്റ്റിൽ പറയുമ്പം കൂണുകൾ ആസച്ച് വേറെ പ്രശ്നങ്ങൾ ഈ പറയുന്ന പോലെ ഉണ്ടാക്കുന്ന കാര്യമായിട്ടില്ല. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഈ ഷൈസോഫില്ലം കമ്മ്യൂൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഈ ഷൈസോഫില്ലം ജീനസിനകത്തെ ചില ഈ പറയുന്ന ഫഞ്ചൈസ് ഇമ്മ്യൂണിറ്റി കുറയുന്ന ആളുകളുടെ, ഈ ചില ആൾക്കാരിൽ ഇമ്മ്യൂണിറ്റി പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, അങ്ങനെ ഇമ്മ്യൂണോ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളിൽ സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ട്. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതുണ്ട്. പിന്നെ ഇപ്പൊ കോവിഡിന്റെ ടൈമിലേത് സാറ് പറഞ്ഞത് ആക്ച്വലി ഈ മ്യൂക്കർ മൈക്കോട്ടയിലുള്ള അല്ലെങ്കിൽ മ്യൂക്കറൈൻസിലുള്ള ഫംഗസ്, അത് വേറൊരു ഇതിൽ പെട്ടതാണ്, വേറൊരു ഗ്രൂപ്പാണ് അത് ആക്ച്വലി. അത് ഈ മൈക്രോ ഫഞ്ചൈ ഗ്രൂപ്പിൽ പെട്ടതാണ്. അപ്പൊ അത് റെഗുലറിലായിട്ട് നമുക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷൻ നമുക്ക് ബോഡിയിൽ പലത് വരത്തില്ലേ, കാൻഡിഡയുടെ ഇൻഫെക്ഷന്, അസ്പെർജില്ലസിന്റെ ഇൻഫെക്ഷന്, അതേപോലെയുള്ള ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ഈ പറയുന്ന കോവിഡ് ടൈമിൽ ഉണ്ടായ ബ്ലാക്ക് മോൾഡ് അല്ലെങ്കിൽ ഈ മ്യൂക്കറൈൽസ് എന്ന് പറയുന്നത്. അത് കോമൺ ആയിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. അത് നമ്മളുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തിട്ട് നമുക്ക് സിവിയറിറ്റി പല രീതിയിൽ വരാം. നമുക്ക് വേറെ ഇൻഫെക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഇപ്പൊ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഇത് പറഞ്ഞ പോലെ തന്നെ ആന്റി ബാക്ടീരിയൽ സാധനങ്ങൾ ഉപയോഗിച്ചില്ല, അല്ല ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ ബാക്ടീരിയ മാത്രമേ സപ്രസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഒരിക്കലും ആന്റി ഫംഗൽസ് യൂസ് ചെയ്യാതെ നമുക്ക് അതിനെ സപ്രസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അറ്റ് എ ടൈം നമുക്ക് ഒരിക്കലും രണ്ട് സാധനം യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ ചിലത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കോവിഡ് വന്നതൊക്കെ നമുക്ക് കുറെ ഇതിനെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ഇതിനെ ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള സ്ട്രെയിൻസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മളത് കൊടുത്താൽ തന്നെ അതിനെ ഓവർകം ചെയ്യുന്ന അല്ലെങ്കിൽ റെസിസ്റ്റന്റ് ആയിട്ടുള്ള സ്ട്രെയിൻസ് നമുക്ക് വന്നത് കാരണം ഉള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും രണ്ട് ആസ്പെക്ട് ആണ്. പക്ഷെ യെസ് ഉണ്ട്, അങ്ങനെ ഇൻഫെക്ട് ചെയ്യുന്ന ഫംഗസുകൾ ഉണ്ട്. ഇതില് എനിക്കും ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ജബൽപൂരില് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള പാത്തോളജി എന്ന് പറഞ്ഞാൽ വുഡ് ഡിക്കേയിങ് ഫംഗസിനെ കുറിച്ചുള്ള സ്റ്റഡി ചെയ്യുമായിരുന്നു. പക്ഷെ അത് എല്ലാം സാപ്രോഫൈറ്റിക് ഫംഗി ആണെന്ന് പറഞ്ഞ് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളുടെ മുഖത്ത് ഈ സ്പോർ ജെർമിനേറ്റ് ആയി അവരുടെ മുഖം മുഴുവൻ ചുവന്ന കളറായി മാറിയിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആ ഇൻഫെക്ഷൻ ഏത് ആന്റിബയോട്ടിക്സും ആന്റി ഫംഗൽ ഇത് ഉപയോഗിച്ചിട്ടും ശരിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് ലാബിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മുടെ സേഫ്റ്റി, വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സേഫ്റ്റി. ശരിയാണ്. ഈ സ്പോറൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. സ്പോറുകളൊക്കെ
നമ്മളിപ്പം എത്ര ഗിൽസ് ഉള്ളതാണെങ്കിൽ നമ്മൾ അല്ലാത്തതാണെന്നുണ്ടെങ്കിലും ഇപ്പൊ അക്കോയുടെ ആണെന്നുണ്ടെങ്കിലും അതിന്റെ ഔട്ടർ ഇതിലാണ് നമ്മൾ കോട്ടിങ്ങും കാര്യങ്ങളും വരുന്നത്. അപ്പൊ അത് നമ്മൾ പൊട്ടിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമ്മൾ ഈ താമസിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു എൻവയോൺമെന്റിൽ നിൽക്കുമ്പോൾ നമ്മളുടെ ചുറ്റും മൊത്തവും ഈ സ്പോറുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നുണ്ട്, അകത്തേക്ക് എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ഇമ്മ്യൂണിറ്റി വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം ഒരു രീതിയിൽ അങ്ങ് കടന്നു പോകുന്നത് ആക്ച്വലി. പക്ഷെ നമ്മൾ എപ്പോഴാണോ ഇമ്മ്യൂണിറ്റി ഒരു സപ്രഷൻ വരുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ബോഡിയിൽ ചിലപ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ചില സമയങ്ങളിൽ കയറി വരും. ക്ലൈമറ്റ് ചേഞ്ചസ് വരുമ്പോൾ നമ്മളുടെ ബോഡി അഡാപ്റ്റ് ആവാൻ പറ്റാത്ത സമയങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് ഈ പറയുന്ന എന്തും നമുക്കൊരു പ്രശ്നമായിട്ട് വരാം. അതുകൊണ്ട് നമുക്ക് ഫർദർ ഇനി വരുന്ന കാലത്ത് സോഫാർ നമുക്ക് വലിയ പ്രശ്നം ആയിട്ടില്ലെങ്കിൽ കൂടി ഇനി വരാതിരിക്കാം അങ്ങനെ പറയാൻ പറ്റില്ല. ഇനി വരാം. പല ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലുള്ള കേസുകൾ ഉണ്ട്. ഇപ്പൊ ഈ ഷൈസോഫിലം പറഞ്ഞതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതിന് വരാം. സ്പോറുകൾ എപ്പോഴും നമ്മൾ പറയും, നമ്മൾ അടുത്ത് പോയിട്ട് ഭയങ്കര ഇതായിട്ട് മൂക്കിൽ കൂടെ ശ്വസിച്ചെടുക്കരുതെന്ന് നമ്മൾ ഇത് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് അറിയില്ലല്ലോ, ഭയങ്കര അലർജിക് ആയിട്ടുള്ള ഒരാളാണ് പോയി അത് ശ്വസിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇതുപോലെ ഇമ്മ്യൂണോ സപ്രഷൻ വരുന്ന ഒരു കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവർക്ക് വരാം. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. മാം, പിന്നെ ഇത് ഒരു ടെക്നിക്കൽ ആസ്പെക്ട് ഞാൻ ചോദിക്കുകയാണ്. നമ്മൾ ഇപ്പം ഈ ഹോളോ ടൈപ്പ് ഡിപ്പോസിറ്റ് ചെയ്യണമല്ലോ നിങ്ങൾ പുതിയ സ്പീഷീസ് ഒക്കെ വരുമ്പോൾ, ഇത് നമ്മൾ ഈ ഹെർബേറിയം പ്രിപ്പയർ ചെയ്യുന്ന പോലെയാണോ അതോ നമ്മൾ വെറ്റ് കളക്ഷൻ ആണോ ചെയ്യുന്നത്? നമ്മൾ വെറ്റ് കളക്ഷൻ ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ അതിന്റെ കുറെ ക്യാരക്ടേഴ്സ് നമ്മൾ നോട്ട് ചെയ്യും ഫീൽഡിൽ വെച്ച് തന്നിട്ട് അതിന്റെ ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളും എല്ലാം അവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യും. അത് കൊണ്ടുവന്നിട്ട് നമ്മളുടെ ഹെർബേറിയത്തിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും കളക്ഷനിൽ നമുക്ക് സാധനം വേണം താനും. ബാക്കിയുള്ള സ്റ്റഡീസ് ചെയ്യുന്നതെല്ലാം നമ്മൾ ഈ ഹെർബേറിയം നമ്മൾ കീപ്പ് ചെയ്തേക്കുന്ന സ്പെസിഫിനകത്തുനിന്ന്, ഈവൻ മോളിക്കുലാർ സ്റ്റഡി വരെയുള്ളതെല്ലാം. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. ഹലോ, ഹലോ. ഞാൻ ബാലകൃഷ്ണനാണ്. അഖിലാജി ബാലകൃഷ്ണനാണ്. താങ്ക് യു ഫോർ യുവർ വെരി ഗുഡ് ഇൻട്രോഡക്ടറി പ്രസന്റേഷൻ. താങ്ക് യു മഷ. ഞാൻ പറയാം, എനിക്ക് ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒരാൾ എഡിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞത്, എ പേഴ്സൺ ക്യാൻ കമ്മിറ്റ് എനി നമ്പർ ഓഫ് മിസ്റ്റേക്സ് ഇൻ ഹിസ് ലൈഫ് ടൈം, ബട്ട് ദി മിസ്റ്റേക്ക് ഓഫ് കൺസ്യൂമിങ് എ പോയിസണസ് മഷ്റൂം ക്യാൻ ബി കമ്മിറ്റഡ് ഓൺലി വൺസ്. യെസ്, ഷുവർ. ഉറപ്പല്ലേ? വൺസ് അഗൈൻ താങ്ക് യു. ഹലോ അഖില, ഞാൻ ശ്രീജ, ഒരു സ്കൂളിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ 1996 കുറച്ചു കാലം ഒരു മൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് കേട്ടപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. നല്ല എക്സലന്റ് പ്രസന്റേഷൻ ആയിരുന്നു. പിന്നെ എനിക്ക് ഇതുമായിട്ട് അലർജീനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്, ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഒരു ഹോസ്പിറ്റലില് ഒരു മൈക്കോളജിസ്റ്റ് ആയിട്ടായിരുന്നു. അപ്പം എന്റെ കൂടെ ഉള്ള സാറ് റിസർച്ച് പെർപ്പസിനാണ്, അതായത് ഡോക്ടർ റിസർച്ച് പെർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു എന്നെ അവിടെ അപ്പോയിന്റ് ചെയ്തിരുന്നത്. അപ്പം അവിടെ നമ്മൾ കണ്ടിട്ടുള്ളത് പേഷ്യൻസ് പലരും വന്നപ്പോഴ് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ വീടുകളില് ഇപ്പം കാർഡ് ബോക്സ് മീൻസ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാർട്ടൺസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചില വീട്ടിലൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കും. അപ്പം അതിൽ ഒരു കേസ് ഞാൻ ശ്രദ്ധിച്ചത്, ഡോക്ടർ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞതായിട്ടുള്ള ഓർമ്മ കാലത്ത്, ഒരു പയ്യന് എന്തുകൊണ്ടാണ് അലർജി എന്ന് തീരെ കണ്ടു എത്താൻ പറ്റുന്നില്ല. പക്ഷെ ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ട് നോക്കിയപ്പോഴേ എന്താ വെച്ചാൽ വീട്ടില് ഇവർ ഈ കാർഡ്ബോർഡ് കുറെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ മഴക്കാലം ആവുമ്പോഴും അതിൽ ഈർപ്പം തട്ടിയിട്ട് സ്പോർട്സ് വരികയാണ്. അപ്പം ആ സ്പോർട്സ് ഇൻഹെയിൽ ചെയ്തപ്പോഴാണ്, ഇപ്പൊ ഫാനൊക്കെ ഇടുമല്ലോ റൂമില്, അപ്പൊ അങ്ങനെയാണ്. അപ്പം പിന്നെ നമ്മൾ ആ മെറ്റീരിയൽ കളക്ട് ചെയ്തു, അങ്ങനെ നോക്കി, അങ്ങനെ അതുപോലെ കുറെ കേസുകൾ ഇപ്പൊ ഹോസ്പിറ്റൽസിലാണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പേഷ്യൻസിലേക്കൊക്കെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്തിപ്പെടാനുള്ള, അതായത് അലർജിക് ആവാനുള്ള കാര്യങ്ങളും അത് മീൻസ് കുറെ ആവാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും കുറെ കാലത്തിന് ശേഷം ഇതിനെ കുറിച്ച് കേട്ടപ്പോഴും ഒരുപാട് സന്തോഷം. ഞാൻ 3-4 വർഷം ആ ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്നു. പിന്നെ ഞാൻ ടീച്ചറായിട്ട് ഹയർ സെക്കൻഡറി ഇപ്പൊ ബോട്ടണി ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ മാം, താങ്ക് യു. നല്ല താങ്ക് യു. ഞാനും വർക്ക് ചെയ്യുമായിരുന്നു. ഞാനും ഇത് പറയുന്ന മെഡിക്കൽ ഫീൽഡിൽ ഉണ്ടായിരുന്നു. ബേസിക്കലി ഞാനും ഒരു മെഡിക്കൽ കോളേജിൽ മൈക്രോബയോളജിസ്റ്റ് ആയിരുന്നു. മൈക്രോബയോളജി വർക്ക് ചെയ്യുമായിരുന്നു. സോ ഞാനും ഈ പറയുന്ന പോലെ കുറെ കേസസ് നമ്മൾ ചെയ്യുന്നതാണ്. റെഗുലർലി നമ്മൾ ഡീകണ്ടാമിനേഷൻ ഒക്കെ ചെയ്താലും
എത്ര ചെയ്തു എന്ന് പറഞ്ഞാലും നമുക്കറിയാം. ഇവൻ ബാക്ടീരിയൽ എൻഡോസ്പോർസ് ആണെങ്കിലും ഫംഗൽ സ്പോർസ് ആണെങ്കിലും ട്രൈ. എത്ര നമ്മൾ ശ്രമിച്ചാലും നമുക്ക് പറ്റില്ല. എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ഉള്ള ഫീൽഡ് ആയിരുന്നു അത്. അപ്പൊ ഞങ്ങള് ഗാനോഡർമയുടെ ഒരു സ്പെസിമെൻ ഒക്കെ ഇവിടെ UK-ലേക്കൊക്കെ അയച്ച് ഐഡന്റിഫൈ ചെയ്യൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കാലത്ത്. മീൻസ് ഗാനോഡർമ അലർജിക് ആയിരുന്നു കുറെ പേർക്ക്. അങ്ങനെ അതിന്റെ സോഴ്സ് ഒക്കെ കണ്ടെത്തി. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ബട്ട് ഞാന് പിന്നെ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് ഞാൻ ടാക്സോണമിയിലേക്കാണ് വന്നത്. ടാക്സോണമിയാണ് PhD കാര്യങ്ങളൊക്കെ ചെയ്ത്. ഓക്കെ ദെൻ, താങ്ക് യു. ഓക്കെ, താങ്ക് യു അമ്മ. ഹലോ അഖില മാം. ഹലോ, ഞാനും ഹയർ ടീച്ചറാണ്. ഞാൻ ഒരു ഡൗട്ട് ചോദിക്കുന്നത്, നമ്മൾ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ ജനറലൈസ് ചെയ്ത് ഉപയോഗിക്കാറില്ല. ഈസ്റ്റ് സക്കാറമൈസിന് പകരം നമ്മള് കോമൺ ആയിട്ട് പലരും ഈസ്റ്റ് ടൈപ്പ് എന്നൊക്കെ പറയാറില്ലേ? എന്തൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടാവുമ്പോഴാണ് നമ്മളത് ഈസ്റ്റ് ടൈപ്പ് എന്ന് പറയുക? ഈസ്റ്റ് മനസ്സിലായില്ല മാം, കേട്ടില്ല മൊത്തത്തിൽ. ഈസ്റ്റ് എന്ന് ജനറലൈസ് ചെയ്ത് പലപ്പോഴും പല ഫംഗസുകളെയും ഈസ്റ്റ് എന്ന് പറയാറുണ്ടല്ലോ. ആക്ച്വലി അത് സർവീസ് ആണല്ലോ ഈസ്റ്റ് സൈന്റിഫിക്. എന്നാലും നമ്മൾ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു കോമൺ ടേം ഉപയോഗിക്കുന്നത് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവുമ്പോഴാണ്? എന്തൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഈസ്റ്റ് എന്ന് പറയുന്നത്? ജനറലൈസ് ചെയ്ത് നമ്മൾ പലപ്പോഴും ഈ റിസർച്ച് ഫീൽഡിലൊക്കെ ഈസ്റ്റ് എന്ന് പറയാം, ഈസ്റ്റ് ടൈപ്പ് എന്ന് പറയും. അപ്പൊ അത് ഏതിലാണ്? ഈസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് എന്താ, നമ്മളുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഈസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സക്കാരോമൈസസിൽ. അത് കൂടാതെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന അസ്കോമൈസെറ്റ്സിനകത്തും ബെസിഡിയോമൈസെറ്റ്സിനകത്തും ഈസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ പറയുന്ന രണ്ടിനകത്തും ഉണ്ട് ആക്ച്വലി. ഈസ്റ്റ് രണ്ട് ഇതിലാണ്. അപ്പൊ ഈസ്റ്റ് ഏതിൽ പെടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിലും രണ്ട് ടൈപ്പ് ഈസ്റ്റ് ഉണ്ട്. ഒരു സിംഗിൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് അല്ല ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഈ കേട്ട് പരിചയം സക്കാരോമൈസിസ് ആയതുകൊണ്ട് നമ്മൾ പറയുന്നതാണ്. അതല്ലാതെ ഈ ബെസിഡിയോ, ഇപ്പൊ നമ്മൾ ഈ പറയുന്ന കൂണുകളുടെ ഗ്രൂപ്പിനകത്തും ഈ പറയുന്ന ഈസ്റ്റ് ഉണ്ട്. അത് സാധാരണ ഈ ക്രിപ്റ്റോകോക്കസ് പോലെയുള്ള ടൈപ്പുകളാണ് അതിനകത്ത് കൂടുതലായിട്ടും വരുന്നത്. അപ്പം നോർമലി നമ്മൾ നോക്കുമ്പോൾ അത് നമ്മൾ യൂണിസെല്ലുലർ ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ഒരു സിംഗിൾ സെൽഡ് ആയിട്ട് വരുന്ന സാധനങ്ങളാണ് നമ്മൾ കൂടുതലും ഈസ്റ്റുകൾ നമ്മൾ കണ്ടിട്ടുള്ള. ഏതാ ബഡിങ് ഒക്കെ ഉള്ള അങ്ങനത്തെയാണ്. അപ്പം യൂക്കാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് നമ്മളുടെ ഒരു സെല്ലുലാർ അല്ലെങ്കിൽ സെൽ വോള് കൈറ്റിൻസിന്റെ ആണല്ലോ നമ്മൾ പറയുന്നത്. അതിനകത്ത് ബീറ്റാ ഗ്ലൂക്കൻസും അതുപോലെ മറ്റ് കമ്പോണൻസും മറ്റേ പ്രോട്ടീൻസ്, മാനോ പ്രോട്ടീൻസ് പോലെയുള്ളതും ഒക്കെയാണ് വരുന്നത്. അപ്പം ഇതിന്റെ ഒരു അസെക്ഷലി ഉള്ള ഒരു റീപ്രൊഡക്ഷൻ ആണ് ഈ ബഡിങ് എന്ന് പറയുന്നത്. അതാണ് ഈ പറയുന്ന സക്കാരോമൈസിസ് എന്ന് പറയുന്ന ഈസ്റ്റിനകത്ത് നമുക്ക് കാണുന്നത്. അത് കൂടാതെ ഫിഷൻ വഴി, ബൈനറി ഫിഷൻ വഴിയും പലതിനകത്തും റീപ്രൊഡക്ഷൻ നടക്കാറുണ്ട്. ഈ ഷൈസോസക്കാരോമൈസിസ് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പും ഉണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞ ബെസിഡിയോയ്ക്കകത്ത് ഒക്കെ വരുന്നത്. അപ്പൊ അതിനകത്ത് ഫിഷൻ ആണ് വരുന്നത്, ബൈനറി ഫിഷൻ കാരണം. അതിനകത്ത് ബഡിങ് അല്ല വരുന്നത്. അപ്പം അസ്കോസ്പോർസും അസ്കോമൈസെറ്റ്സിനകത്ത് വരുമ്പോൾ അത് അസ്കോസ്പോർസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബെസിഡിയോമൈസെറ്റ്സിനകത്ത് വരുമ്പോൾ അത് ബെസിഡിയോ സ്പോർസ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഹെട്രോട്രോഫിക് ആയിട്ടുള്ള ന്യൂട്രീഷൻ ആണ്, നമ്മളുടെ ഓർഗാനിക് മാറ്റേഴ്സിൽ നിന്നൊക്കെ എടുക്കുന്ന ന്യൂട്രീഷൻ തന്നെയാണ് അത് എടുക്കുന്നത്. നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ എത്തനോളിന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഒക്കെ ഫെർമെന്റേഷന് വേണ്ടിയിട്ട് നമ്മളുടെ ഏതാണോ യൂസ് വേണ്ടത് അതിനു വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഇതിനധികം ഓക്സിജൻ വേണ്ട, ലോ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ എളുപ്പത്തിൽ നമുക്ക് സോയിലിനകത്തു നിന്നും പ്ലാന്റിന്റെ സർഫസിനകത്തു നിന്നും ഒക്കെ നമുക്ക് കൂടുതലായിട്ട് കണ്ടുപിടിക്കാൻ എളുപ്പം. ഇത് കൂടുതലായിട്ട് ഈ മൈക്രോബയോട്ടയിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ എളുപ്പത്തിൽ നമുക്ക് കൾച്ചർ ചെയ്തെടുക്കാൻ ഇത് എളുപ്പമുണ്ട് നമുക്ക്. അപ്പൊ അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഇത് കാണിക്കുന്നതുകൊണ്ടാണ് നമുക്ക് എളുപ്പത്തിൽ ഇത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഭയങ്കരമായിട്ട് കൂടാനായിട്ട് കാരണം. അപ്പൊ അത് രണ്ട് രീതിയിൽ നമുക്ക് രണ്ടിനകത്തുനിന്നും നമുക്ക് ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് രണ്ട് ഗ്രൂപ്പിനകത്തും ആക്ച്വലി ഉണ്ട്. അത് നമുക്ക് അധികം അറിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട് എന്നുള്ളത്. കൂടുതലായിട്ടും റിസർച്ച് പർപ്പസിന് ഉപയോഗിക്കുന്നതൊക്കെ അതുകൊണ്ടായിരിക്കും അല്ലെ? എന്തോ റിസർച്ചിലൊക്കെ കൂടുതലും ഒരു സ്പെസിമെനായിട്ടൊക്കെ പ്രത്യേകിച്ച് ക്ലിയർ ആവുന്നില്ല. റിസർച്ചിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലെ? ഹലോ, ടൈപ്പ് ചെയ്തിടാവോ? മാം ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മള്
ഈ സിംഗിൾ യൂണിസെല്ലുലർ ആയിട്ട് ഈസ്റ്റ് അല്ലാതെ വേറെ ഫംഗസുകൾ ഉള്ളത്? എന്തോ സിംഗിൾ യൂണിസെല്ലുലർ ആയിട്ടുള്ള ഫംഗസുകൾ ഈസ്റ്റ് അല്ലാതെ വേറെ ഉണ്ടോ? ഏതാ ഈസ്റ്റ് അല്ലാതോ? അതായത് ആ ടൈപ്പിൽ പെട്ടതുണ്ട് അല്ലേ? ഈസ്റ്റും അല്ലാതെ ഈസ്റ്റ് ആണ് കൂടുതലുള്ളത്. അത് ഈസ്റ്റിന്റെ തന്നെ പല വേരിയേഷൻ ഉള്ള ടൈപ്പുകളാണ് വരുന്നത് കൂടുതൽ. ഇംപെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇപ്പൊ ഉണ്ടോ നമ്മള്? ഇപ്പോഴും ആ ഒരു ടേം ഏറ്റവും അപ്ഡേഷൻസ് നടന്നപ്പോഴും ആ വാക്ക് ഉപയോഗിച്ച് ട്യൂട്ടിറമൈസിറ്റ്സ് ഉണ്ടോ? ട്യൂട്ടിറമൈസിറ്റ്സ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ നമ്മൾക്ക് ഇപ്പോഴും അത് ടേം നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ പറയാം. നമുക്കതിന് ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു റീസണിന്റെ പേരിലാണ് നമ്മളത് ആക്ച്വലി അങ്ങനെ ഒരു ആർട്ടിഫിഷ്യലി നമ്മൾ ഉണ്ടാക്കിയതാണ്. അത് നോർമലി അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല, ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണാത്ത ഇല്ല എന്നല്ല, നമ്മൾ നോക്കിയപ്പോ കിട്ടിയില്ല. അങ്ങനെ കിട്ടാഞ്ഞ സാധനങ്ങൾ എല്ലാം കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കിയ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രൂപ്പാണത്. അല്ലാതെ ഒറിജിനലി ഉള്ളൊരു ഗ്രൂപ്പ് അല്ല. ഇപ്പൊ അത് അത്ര റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. കാരണം നമ്മളുടെ കുഴപ്പമായിരിക്കാം പലതിലും കാണാത്തപ്പോൾ. പിന്നീട് പലതിനകത്തും ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ട് തിരിച്ച് പലതിലേക്കും ആക്കിയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഈ ഡ്യൂട്രോമൈക്കോട്ടിനൊക്കെ ഇപ്പം വലിയ ഇതില്ല. പിന്നെ അതുപോലെ തന്നെ DNA സീക്വൻസിംഗ് ഒക്കെ വന്നിണക്കുകയും പലതിന്റെയും റീക്ലാസിഫിക്കേഷൻ ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ അതിന് വലിയ ഡ്യൂട്രോമൈക്കോട്ടിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതിയുണ്ട്. ഇപ്പോഴും തന്നെ സമയത്തിന്റെ കുറച്ച് സമയം കൂടുതലായി നമ്മൾ സാധാരണ എടുക്കുന്നതിന്. പക്ഷെ ഒരുപാട് ചോദ്യങ്ങൾ വന്നുകൊണ്ട് അത്ര നിർത്തിയതാണ്. മറ്റു ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അഖിലെ കോണ്ടാക്ട് ചെയ്യാം. ഗ്രൂപ്പിലുള്ള അംഗങ്ങൾക്ക് നമുക്ക് ഗ്രൂപ്പിൽ ബാക്കി ഇന്ററാക്ഷൻ നടത്താം. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. ലതിക ടീച്ചറല്ലേ നന്ദി പറയുന്നത്? ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിനപ്പുറമായി നമ്മുടെ വാക്ക് വിത്ത് വി സി എന്ന ഗ്രൂപ്പിൽ കൂണോഗ്രാഫി എന്ന പേരിൽ കൂൺ നിരീക്ഷണം തുടങ്ങിയിട്ട് മറ്റു സസ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ക്ലോറോഫിൽ ഇല്ലാത്ത, സ്വയം ആഹാരം നിർമ്മിക്കാനാവാത്ത ഒരു വിഭാഗമായ കൂണുകളെ കുറിച്ചുള്ള ഒരു ക്ലാസ് നമ്മൾ ഗ്രൂപ്പ് കുറെ കാലമായിട്ട് കാത്തിരിക്കുന്ന ഒന്നാണ്. ആ ക്ലാസ് ഇന്ന് നമുക്ക് സാധ്യമായി എന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ സമയം ഒരുപാട് വൈകി. ആ ക്ലാസ് വളരെ നന്നായി കൈകാര്യം ചെയ്ത അഖിലക്ക് വാക്ക് വിത്ത് വി സിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. സൺഡേ ആയിട്ടും നല്ല തിരക്കുള്ള ഒരു സമയമായിട്ട് പോലും ക്ലാസ്സിൽ പങ്കെടുത്തവർക്കും ഈ ക്ലാസ് നടത്താൻ അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കും എല്ലാവർക്കും നന്ദി. ഗുഡ് നൈറ്റ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രി. നമുക്ക് വെബിനാർ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.